Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. 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 Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Okay, we can start. Who is going to do prayer? Ma'am. ഈശ്വര കൈകൂപ്പി നിൽപ്പൂ ഞാൻ നിൻ മുന്നിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ ദൈവമേ കാരണനായുള്ള തമ്പുരാനേ അച്ഛനും അമ്മയും എന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പരത്തും ഗുരുവിനെ ഉണ്മയിൽ സ്നേഹിച്ചും ആദരിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളെ തൻ്റെ കൂടെ പിറപ്പുകളായി നനച്ചും മാതൃഭൂമിക്കായി ജീവൻ വെടിഞ്ഞോരെ മാതൃകയായിട്ടും സ്വീകരിച്ചും. താങ്ക് യു മാം. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് മാമിനെയും എൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. Good afternoon, ma'am. Thought of the day. Life has no remote control. Get up and change it by yourself. Once more, life has no remote control. Get up and change it yourself. Thank you, ma'am. Okay, fine. Once again, very good afternoon to all, and thank you so much. And Ahana and Mimi, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പരിചയമുണ്ടോ? മീൻസ്
ഇല്ല മാം. Relatives ഇല്ല മാം. ഒരേ പ്രൊഫൈല് കണ്ടു. ആ ഫ്ലവേഴ്സ് കണ്ടോണ്ട് ചോദിച്ചത്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പറഞ്ഞേ? റെക്കോർഡിനെ കുറിച്ച് മാം പറഞ്ഞു. റെക്കോർഡിന്റെ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ട്സ് വെച്ചിട്ട് മുന്നോട്ട് പോകണ്ട, ഡൗട്ട്സ് ക്ലിയർ ചെയ്തിട്ട് അങ്ങ് പോവാം. റെക്കോർഡ് റൈറ്റിംഗ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടിയോ ആ ലിസ്റ്റ്? ഇല്ല മാം. നോ മാം. നോ മാം. നമ്മൾ റെക്കോർഡിനെ കുറിച്ച് Hello. എന്തൊക്കെ പറഞ്ഞു? ഹലോ മാം, ഒരു കാര്യം പറയാനുണ്ട്. പറയൂ. ഈ ഒരു പ്രെയർ പാടാൻ ഡിസ്കസ് ചെയ്യുന്ന ഗ്രൂപ്പിൽ എന്നെ ആഡ് ചെയ്തിട്ടില്ല. ഞാൻ നേരത്തെ ആണോ? ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു, ഒന്ന് പറയാമോ മാം? ഓക്കെ ഓക്കെ. വിദ്യ ഒരു കാര്യം ചെയ്യും, വിദ്യയുടെ നമ്പർ ഈ ചാറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ അവർ ആഡ് ചെയ്തോളൂ. ഓക്കെ ഓക്കെ മാം, അല്ലേ? താങ്ക് യു. അങ്ങനെയല്ലേ ചെയ്യുന്നത്? അതെ മാം. യെസ് മാം. അന്ന് ഞാൻ പെട്ടെന്ന് എക്സിറ്റ് ആയതുകൊണ്ട് എനിക്ക് നമ്പർ കിട്ടിയില്ല, അത് ആഡ് ചെയ്യാൻ പറ്റാൻ നമ്പർ ഇട്ടോളാൻ പറ. ഓക്കെ ഇപ്പൊ ഓക്കെ, തന്നെ ഞാൻ ഇട്ടോ. പിന്നെ ഒരു ചെയ്യാം. 1 hour ആ നമ്പർ അവിടെ കിടക്കുമല്ലോ, ക്ലാസ് ക്ലോസ് ആവുന്നതിന് മുമ്പ് താങ്ക് യു മാം, താങ്ക് യു. ഓക്കെ. സോ നമ്മൾ റെക്കോർഡ് റൈറ്റിംഗിനെ കുറിച്ച് എന്തായിരുന്നു പറഞ്ഞത്? 5 റെക്കോർഡ്സ് വേണമെന്നും 5 റെക്കോർഡ് വേണമെന്ന് പറഞ്ഞു. അതെ, 5 റെക്കോർഡ് വേണമെന്ന് പറഞ്ഞു. ഏതൊക്കെ റെക്കോർഡ്? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല മാം. നോ മാം. ഡൗട്ട്സ് ഇല്ല. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടണമല്ലോ. ഞാൻ ഇപ്പൊ തന്നെ മെസ്സേജ് കൊടുത്തേക്കാം ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാനായിട്ട്. എഴുതാനുള്ള റെക്കോർഡുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ ആദ്യം എഴുതണം അത് പറഞ്ഞു. ഇല്ല മാം. ഇല്ല മാം. അത് പറയാം. ഞാൻ ആദ്യം മെസ്സേജ് പാസ് ചെയ്തിട്ടെ. റെക്കോർഡ് റൈറ്റിംഗ് ഡീറ്റെയിൽസ്. മാം, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിക്കൂ മാം. ഈ ആക്ടിവിറ്റീസ് ഒരേ ബുക്കിലാണോ എഴുതേണ്ടത്? ഹാൻഡ് വാഷിന്റെ തന്നിരുന്നു, ആക്ഷൻ സോങ്ങിന്റെ തന്നിരുന്നു, പിന്നെ നമ്മുടെ ഡെയിലി ലൈഫിനെ കുറിച്ച്, ഡെയിലി റുട്ടീനെ കുറിച്ച് ഒരു ആക്ടിവിറ്റി തന്നിരുന്നു. ഇതൊക്കെ എങ്ങനെയാണ് എഴുതി വെക്കേണ്ടത്? ടീച്ചേഴ്സ് തരുന്ന സമയത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു മാം? അത് നമുക്ക് ആക്ടിവിറ്റി തന്നിരിക്കുന്ന എഴുതാനുള്ള ഡെയിലി റൊട്ടീൻ്റെ എഴുതാനുള്ള നമ്മളുടെ A4 ഷീറ്റ്, അത് പ്ലെയിൻ A4 ഷീറ്റിനകത്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ, സൂക്ഷിച്ച് വെക്കാൻ പറ്റുവാണെങ്കിൽ അതിനകത്ത് വെച്ചൊരു ഫയലിനകത്ത് ഇൻടാക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മളുടെ നോട്ട്സ് ഏതെങ്കിലും ഒരു ബുക്ക് നമ്മൾ ആക്ടിവിറ്റിക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചിട്ട് അതിന് വേണ്ടി എഴുതി വെക്കണം. അപ്പൊ നമുക്ക് വൈവ ഒക്കെ വരുമ്പോൾ അതിനകത്ത് ചോദിക്കുമ്പോൾ നമുക്ക് എടുത്ത് കാണിക്കണം. അത് കൂടാതെ ആക്ഷൻ സോങ് ആണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളതാ. അത് നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് അടുത്ത ക്ലാസ് വരുമ്പോൾ നമുക്ക് പ്രസന്റ് ചെയ്യണം. അതാ പറഞ്ഞത്. സുബി, ഐ എം റൈറ്റ്? സുബി അല്ലേ ഇപ്പൊ സംസാരിച്ചേ? സുബി, Yes, where were you? Whether you were born and brought up in somewhere else? yes ma'am. I am actually born and brought up in Delhi. Currently I'm settled in Kerala after marriage. After marriage. Okay, fine. So I think സുബിയുടെ ഹെൽപ്പ് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വരും for improving our communication. Sure ma'am, I'm there always. Okay, thank you. ഓക്കെ, ഫൈൻ. അപ്പം പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് അസൈൻമെന്റ്സ് ഉണ്ട്, ആക്ടിവിറ്റീസ് ഉണ്ട്, സർവേ ഉണ്ട്, റെക്കോർഡ് ഉണ്ട്. ഇത് 4 ഈ 4 കാര്യങ്ങളും സെപ്പറേറ്റ് ആണ്. 4 ചെയ്യേണ്ട രീതികളും ഡിഫറെന്റ് ആണ്. അസൈൻമെന്റ് നിങ്ങൾക്ക് ഒരു നോട്ട്ബുക്ക് അതിനു വേണ്ടി കീപ്പ് ചെയ്യാം. കാരണം അസൈൻമെന്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നത് ഒരു പ്ലാറ്റ്ഫോമിലാണ്, അല്ലെങ്കിൽ ത്രൂ ഒരു വാട്സപ്പ് നമ്പറിലൂടെ ആയിരിക്കും. അപ്പൊ ചെയ്തതിന്റെ പിക്ചർ എടുത്തിട്ട് ആ ഇമേജ് ഡൗൺലോഡ് ചെയ്യുവോ, അല്ലെങ്കിൽ അത് PDF ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾ അത് അപ്ലോഡ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്, അല്ലെ? ഡൗൺലോഡ് അല്ല, അപ്ലോഡ് ചെയ്യും. ഓക്കെ, സോ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പൊ അസൈൻമെന്റ് ചിലർക്ക് ചിലപ്പോൾ പേപ്പറിൽ എഴുതി അങ്ങനെ ഫയൽ ചെയ്യാനായിരിക്കും താല്പര്യം. അങ്ങനെ ചെയ്യുമ്പോൾ അത് നല്ല പോലെ സെക്യൂർ ചെയ്ത് വെക്കണം. കാരണം ഇത്
ലൂസ് ഷീറ്റ്സ് ആവുമ്പോൾ മിസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ചില കുട്ടികൾ അത് സ്പൈറൽ ബൈൻഡിങ് ഒക്കെ ചെയ്ത് അങ്ങനെ ഓരോ ടോപ്പിക് സെപ്പറേറ്റ് സ്പൈറൽ ബൈൻഡിങ് ഒക്കെ ചെയ്ത് കാണാം. അത്രയൊന്നും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ബട്ട് ചെറിയ ചെറിയ അസൈൻമെന്റുകളാണെങ്കിൽ അതൊരു നോട്ട്ബുക്കിൽ എഴുതുവാണെങ്കിൽ നിങ്ങൾക്കത് ആ ബുക്ക് അങ്ങനെ കീപ്പ് ചെയ്യും. പിന്നെ ആക്ടിവിറ്റി നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ട, അസൈൻമെന്റ് മാത്രം സബ്മിറ്റ് ചെയ്താൽ മതി. സോ അസൈൻമെന്റിന്റെ ഇമേജ് എടുത്തിട്ടോ ഇമേജിനെ PDF ആയിട്ട് കൺവേർട്ട് ചെയ്തോ അപ്ലോഡ് ചെയ്യാം. പക്ഷെ ആക്ടിവിറ്റി സബ്മിറ്റ് ചെയ്യേണ്ട. അതൊരു പക്ഷേ ടീച്ചേഴ്സ് ചിലപ്പോൾ ക്ലാസ്സിൽ ഒന്ന് കാണിക്കാനോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണിക്കാമോ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ അത് പ്രസന്റ് ചെയ്യാം, നോ പ്രോബ്ലം. ഇനി അതല്ല ടീച്ചേഴ്സ് പറയുന്നില്ല പക്ഷെ ഞാൻ ചെയ്തത് എനിക്കൊന്ന് കാണിക്കണം എന്നൊക്കെ ഒരു ഫീൽ തോന്നുവാണെങ്കിൽ യു ക്യാൻ പ്രസന്റ് ഇറ്റ് ഇൻ ദ ക്ലാസ് റൂം. ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചാർട്ട് പേപ്പർ യൂസ് ചെയ്യാം, സാധാരണ പേപ്പർ യൂസ് ചെയ്യാം, വലിയൊരു കോളേജ് നോട്ട്ബുക്ക് പ്ലെയിൻ ആയിട്ടുള്ളതും ഉപയോഗിക്കാം. കാരണം ഹാൻഡ് വാഷ് ടെക്നിക്സ് നമുക്ക് പിക്ചർ ആണ് വരുന്നത് അല്ലെ, ഒരു പ്ലെയിൻ നോട്ട്ബുക്സിൽ വരയ്ക്കുകയോ അല്ലെങ്കിൽ ചാർട്ട് പേപ്പർ ഹാഫ് ആക്കി ഒരു വലിയ ചാർട്ട് പേപ്പർ ഹാഫ് ആക്കിയിട്ട് അങ്ങനെ ചെയ്യുകയോ ഒക്കെ ചെയ്യാം. പക്ഷെ ചാർട്ട് പേപ്പർ ആകുമ്പോൾ നമുക്കുള്ള ഒരു ചെറിയൊരു നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കീപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് ഒടിഞ്ഞു മടങ്ങി വളഞ്ഞൊക്കെ പോയി കഴിഞ്ഞാൽ പാടാം. അതെപ്പോഴും റോൾ ചെയ്ത് തന്നെ നമ്മൾ വെക്കേണ്ടതായിട്ട് വരും. അതുമല്ല ചില ചാർട്ട് പേപ്പറുകളുടെ കളർ ഫെയ്ഡ് ആവാറുണ്ട്. നമ്മളിപ്പോ കളർ പേപ്പർ എടുക്കുന്നെങ്കിൽ വൈറ്റ് ആണെങ്കിലല്ല ബാക്കി കളേഴ്സ് ഒക്കെ കളർ ഫെയ്ഡ് ആവാറുണ്ട്. നമുക്ക് അത് എങ്ങനെയാണോ ചില കുട്ടികൾ ചെയ്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കോളേജ് നോട്ട്ബുക്ക് വാങ്ങിച്ചിട്ട് ഒരു പേജില് ഹാൻഡ് വാഷിംഗ് ടെക്നിക്കിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണെങ്കിൽ സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞ ഒരു പേജില് സെക്കൻഡ് പേജിൽ അടുത്ത സ്റ്റെപ്പ് അല്ലെങ്കിൽ 2 സ്റ്റെപ്പും കൂടെ പേജ് ഹാഫ് ഓഫ് എടുത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്ത അസൈൻമെന്റ് നമ്മൾ ചെയ്ത ആക്ടിവിറ്റിയുടെ ബുക്ക് ആണെങ്കിൽ അത് സ്കൂളിൽ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ കുട്ടികളുടെ അടുത്തേക്ക് നമ്മൾ കൊണ്ടുപോകില്ല. കാരണം കുട്ടികളെ കാണിക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കും അറ്റ് എ ടൈം കാണണം അല്ലെ, നോട്ട്ബുക്കിലാക്കി കൊണ്ടുപോയാൽ അങ്ങനെ കാണിക്കാൻ പറ്റില്ല. ആ സമയത്ത് നമുക്ക് നമ്മുടെ ആക്ടിവിറ്റി ബുക്ക് അല്ലെങ്കിൽ അസൈൻമെന്റ് ബുക്ക് ഒരു റെഫറൻസ് ആക്കി വെച്ചിട്ട് ഇതെല്ലാം നമുക്ക് ചാർട്ടിലേക്ക് മാറ്റി ചെയ്ത് അങ്ങനെ കൊണ്ടുപോവാം. ആ ക്ലാസിന്റെ ടൈമിൽ ചാർട്ട് നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അതാണ് ആക്ടിവിറ്റിയുടെ കാര്യം. ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ബുക്കിൽ ചെയ്യാം, പേപ്പറിൽ ചെയ്യാം, ചാർട്ടിൽ ചെയ്യാം, ഇറ്റ്സ് അപ് ടു യു. ഐ പ്രിഫർ നോട്ട്ബുക്ക്, വലിയൊരു കോളേജ് നോട്ട്ബുക്ക് പ്ലെയിൻ ആയിട്ടുള്ളത്, അത് അങ്ങനെ ഇരുന്നോളൂ. പിന്നെ നെക്സ്റ്റ് സർവേ നിങ്ങൾക്ക് ആയിട്ടില്ല, സർവേ വരുന്നേ ഉള്ളൂ. ഞാൻ ഏത് യൂണിറ്റ് ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത്? ഫസ്റ്റ് യൂണിറ്റ് അല്ലേ? അതെ മാം. ഫസ്റ്റ് യൂണിറ്റിലും സെക്കൻഡ് യൂണിറ്റ് ഒക്കെ വരുമ്പോഴേക്കും നമുക്ക് അത് റിലേറ്റഡ് കുറെ ടോപ്പിക്സ് സർവേ വരുന്നുണ്ട്. അത് ഹെൽത്തിനെ കുറിച്ചാകുമ്പോഴേക്കും നമ്മൾ കുറെ ആളുകളെ മീറ്റ് ചെയ്തിട്ട് ഹെൽത്ത് എന്നുള്ളതുകൊണ്ട് അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, ഹെൽത്തി ആയിരിക്കാൻ അവരെന്ത് ചെയ്യുന്നു, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. സർവേ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എങ്ങനെയാണ് ചെയ്യുന്നത്? ഒന്നിലേക്ക് കുറെ ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പേപ്പർ ആളുകൾക്ക് അങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, അവരത് ഫില്ല് ചെയ്യും. ചിലപ്പോൾ ഓപ്പൺ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, യെസ് ഓർ നോ, സംടൈംസ് നോട്ട് ഷുവർ എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ അവരത് ഫില്ല് ചെയ്ത് പേപ്പർ തിരിച്ചു തരും. അങ്ങനെയൊക്കെ നമ്മൾ സർവേ ചെയ്യും. അത് കൂടാതെ ഇന്റർവ്യൂ പോലെ ക്വസ്റ്റ്യനെയർ കൊടുക്കുന്ന പോലെ തന്നെ നമ്മൾ ഇന്റർവ്യൂ പോലെ നമ്മൾ നേരിട്ട് ഫേസ് ടു ഫേസ് അവരോട് കാര്യങ്ങൾ ചോദിച്ച് ഡേറ്റ കളക്ട് ചെയ്ത് നമ്മളൊരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് സർവേ എന്ന് പറയുന്നത്. അതും നിങ്ങൾ സബ്മിറ്റ് ചെയ്യണ്ട, അസൈൻമെന്റ് മാത്രം സബ്മിറ്റ് ചെയ്താൽ മതി. ഇനി നമ്മളുടെ റെക്കോർഡ്സ് വരുന്നു. റെക്കോർഡ് 5 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു, 5 എണ്ണത്തിൽ എങ്ങനത്തെ വേണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. റെക്കോർഡും സബ്മിറ്റ് ചെയ്യണം. കാരണം എല്ലാം നമ്മളൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്കാണ് ഈ സബ്മിഷൻ പോകുന്നത്. ഇതെല്ലാം സബ്മിറ്റ് ചെയ്യുമ്പോൾ അത്രയും ഉണ്ടാകും. ഒരു അസൈൻമെന്റ് എന്ന് പറയുമ്പോൾ പോട്ടെ 10 pages ആയാലും പ്രോബ്ലം ഇല്ല. റെക്കോർഡ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഫുൾ ബുക്ക് അല്ലേ, അല്ലെങ്കിൽ ആക്ടിവിറ്റി എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ പാടായിരിക്കും. അതുകൊണ്ട് ആക്ടിവിറ്റി ഒക്കെ നിങ്ങൾക്ക് ക്ലാസ്സിൽ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പ്രസന്റ് ചെയ്ത് കാണിക്കാം, നോ പ്രോബ്ലം. പക്ഷേ വൈവ ടൈം, അതായത് ഫൈനൽ എക്സാം എടുക്കുമ്പോൾ നിങ്ങൾക്ക് വൈവ ഉണ്ടാവും. വൈവ ടൈമിൽ നമ്മളുടെ ഈ എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആയി റെഡി ആയിട്ട് വേണം വൈവയ്ക്ക് വരാൻ. വൈവ ഓൺലൈൻ ആയിട്ടാണ്, ഗൂഗിൾ മീറ്റിലൂടെ ആയിരിക്കും വൈവ നടക്കുന്നത്. അത് ഫേസ് ടു ഫേസ് 1 to 1 ആയിരിക്കും. ഒരാള് വൈവ നടത്തുന്ന ആ ഒരു ടീച്ചർ മാത്രമേ ഉണ്ടാവുള്ളൂ. റെക്കോർഡിങ്ങും ഇല്ല, നമ്മൾക്ക് എല്ലാ പ്രൈവസിയും ഉണ്ട്. നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസ് തന്നെയായിരിക്കും വൈവ. അതുകൊണ്ട് അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട. പിന്നെ നമുക്ക് നേരിട്ട് വൈവ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. അത് വളരെ ചുരുക്കമാണ്, വേറൊന്നുമല്ല. നമ്മുടെ മോഡ്യൂൾ 3 എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ സെഷൻ ആണ്. അതിന് തിയറി എക്സാം ഇല്ല. നമ്മുടെ ഡോക്ടർ മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മോണ്ടിസോറി മെറ്റീരിയൽസ് മോണ്ടിസോറി അപ്പാരറ്റസിന്റെ സെഷനാണ് മോഡ്യൂൾ 3 എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ മെയിൻ ആയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വാങ്ങി വെച്ചിട്ടുണ്ട്. അതിന്റെ പ്രാക്ടിക്കൽ സെഷൻ
നേരിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് ഓഫീസിൽ വന്ന് നിങ്ങൾക്ക് നേരിട്ട് ചെയ്യാവുന്നതാണ് ആ പ്രാക്ടിക്കൽ. 1 ഡേയുടെ കാര്യമുള്ളൂ. 1 ഡേ ഒരു 10:30 സ്റ്റാർട്ട് ചെയ്ത 2 o'clock ആകുമ്പോൾ തീരും. ഇനി ചിലർക്ക് വരാൻ പറ്റില്ല, ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ എന്തായാലും ഓൺലൈനിൽ ഇതിന്റെ ഡെമോ ക്ലാസ് കാണിക്കും. അതിനുശേഷമാണ് നേരിട്ട് ഓഫീസിൽ വെച്ചിട്ടുള്ള ക്ലാസ് അറേഞ്ച് ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെ വരാൻ പറ്റാത്തവർക്കും പ്രശ്നം ഉണ്ടാവില്ല, വരുന്നവർക്ക് നേരിട്ട് അത് ചെയ്യാം, തന്നെ ചെയ്ത് നോക്കാം എന്നുള്ള ഒരു ബെനിഫിറ്റ് കൂടിയുണ്ട്. അപ്പൊ ആ സമയത്ത് നേരിട്ട് വരുന്ന കുട്ടികൾ ആ സമയത്ത് എല്ലാ വർക്കും കംപ്ലീറ്റ് ആണെങ്കിൽ, അസൈൻമെന്റ്, ആക്ടിവിറ്റി, റെക്കോർഡ്, സർവേ, അങ്ങനെ എല്ലാം കംപ്ലീറ്റ് ആണെങ്കിൽ അവർക്ക് ആ പ്രാക്ടിക്കൽ ക്ലാസ്സിന് നേരിട്ട് വരുന്നവരുണ്ടെങ്കിൽ അവർക്ക് വൈവ അവിടെ വെച്ച് അറ്റൻഡ് ചെയ്യും. 10 minutes ഉണ്ടാവുള്ളൂ. നമ്മൾ പ്രാക്ടിക്കൽ സെഷൻ കഴിയുമ്പോഴാണ് പൊതുവെ വൈവ സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രാക്ടിക്കൽ റിലേറ്റഡ് ആണ് വൈവ കൂടുതലും വരുന്നത്. കാരണം മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്, പ്രാക്ടിക്കൽസുമായിട്ട് കണക്റ്റഡ് ആണ്, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ്. അതുകൊണ്ട് നമ്മൾ തിയറി മനസ്സിലാക്കുന്നു, പ്രാക്ടിക്കലിനാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഇത്രയുമാണ് കാര്യങ്ങൾ. ഇനി റെക്കോർഡ് റൈറ്റിംഗ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി ഞാൻ അതിന്റെ PDF ഒന്ന് ഷെയർ ചെയ്യാം. ഏത് റെക്കോർഡാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് പറയാം. റെക്കോർഡ്സ് നേരിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നേരിട്ട് സബ്മിറ്റ് ചെയ്താൽ മതിയാകും. റെക്കോർഡ് ഞാനിപ്പോ പറഞ്ഞില്ലേ, പ്രാക്ടിക്കൽ സെഷന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ കുട്ടികൾ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു, ഞങ്ങൾ ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്തതല്ലേ, ഞങ്ങൾക്ക് ഇതിന് സൈനും സീലും വേണമെന്ന് പറഞ്ഞിട്ട് പ്രാക്ടിക്കൽസിന് വരുമ്പോൾ അവർ ഈ റെക്കോർഡ് എല്ലാം ആയിട്ട് വരും. അപ്പൊ നമ്മൾ സൈനും സീലും ചെയ്ത് കൊടുക്കും. പിന്നെ ചിലര് കോൺവെക്കേഷൻ ടൈം ആവുമ്പോഴായിരിക്കും, ലാസ്റ്റ് സർട്ടിഫിക്കറ്റ് സെറമണി ഉണ്ടല്ലോ, ആ ഒരു ടൈമിലായിരിക്കും വരുന്നത്. ആ ഒരു ടൈമിൽ അവർക്ക് ഫംഗ്ഷൻ കഴിയുമ്പോൾ സൈനും സീലും ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ചില കുട്ടികൾ ചോദിക്കും, ഞങ്ങൾ നേരിട്ട് ഒരു ദിവസം വരട്ടെ, സൈനും സീലും ചെയ്ത് തരാമെന്ന്. ഇപ്പൊ നമ്മൾ അങ്ങനെയും പറയും. അപ്പൊ അവരോട് റിക്വസ്റ്റ് ചെയ്യുന്ന വേറൊന്നുമല്ല, നിങ്ങൾ വരുന്നത് നേരത്തെ ഒന്ന് ഇൻഫോം ചെയ്യണം. പിന്നെ വരുന്ന വിവരം നിങ്ങളുടെ പേഴ്സണൽ ഗ്രൂപ്പിലും ഒന്ന് പറയണം. അപ്പൊ മറ്റുള്ള കുട്ടികളുമായിട്ട് ജോയിൻ ചെയ്ത് ഒരുമിച്ച് വരാലോ. അപ്പൊ അങ്ങനെ അവരോടും പറഞ്ഞിട്ട് ഒരാളല്ല കുറെ പേർക്ക് വരാൻ റെഡിയാണെങ്കിൽ തമ്മിലൊരു ഡേറ്റ് പറഞ്ഞ് വന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇൻഫോം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ വരുന്നത് ഓഫീസിലേക്കായിരിക്കും. ഓഫീസും ഇൻസ്റ്റിറ്റ്യൂട്ടും തമ്മിൽ ദൂരമുണ്ട്, 3-4 കിലോമീറ്ററിന്റെ ദൂരമുണ്ട്. ഞാൻ വീട്ടിലിരുന്ന ക്ലാസ് എടുക്കുന്നത്. അപ്പൊ എനിക്കും ഓഫീസ് എത്തണമെങ്കിൽ 3 കിലോമീറ്ററിനടുത്ത് വരും. അപ്പോൾ ഞങ്ങളെ ആരെങ്കിലും ഇൻഫോം ചെയ്താലാണല്ലോ ഞങ്ങൾ ആ സമയത്ത് അവിടെ എത്തുള്ളൂ. ടീച്ചർമാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വരണം, മറ്റുള്ളവരെ എനിക്ക് വീട്ടിൽ നിന്നാണെങ്കിൽ ഒന്ന് വന്നാലും ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ ഒന്ന് ഇൻഫോം ചെയ്തിട്ട് വന്നാൽ അത് അങ്ങനെ ചെയ്തു തരാം. പിന്നെ നമ്മൾ മാൻഡേറ്ററി ആയിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, സയൻസ് സീൽ നിങ്ങൾ വാങ്ങിച്ചിരിക്കണം എന്നൊന്നും പറയാറൊന്നുമില്ല. പക്ഷെ കുട്ടികൾ തന്നെ പറഞ്ഞതാണ്, ഇത്രയും എഫേർട്ട് എടുത്തതുകൊണ്ട് ഞങ്ങൾക്ക് അത് തരണം. അത് ചിലപ്പോൾ ഒരു വാല്യൂ തന്നെയായിരിക്കുമല്ലേ. കാരണം നിങ്ങൾ ഇവിടെ പോകുമ്പോൾ, പുറത്ത് എവിടെയെങ്കിലും ഇന്റർവ്യൂവിന് പോകുമ്പോൾ വാല്യൂ ചെയ്തൊരു റെക്കോർഡിന് കാണുമ്പോഴേക്കും ഒരു നല്ലൊരു സീല്, ഓതന്റിക് ആയിട്ടൊരു ഫീല് വരുമല്ലോ, ജെനുവിനിറ്റി ഉണ്ടാകും. അതൊക്കെ ഇനി തീരുമാനിക്കാം, നമുക്ക് സമയമുണ്ട്. അപ്പം റെക്കോർഡ് എങ്ങനെയാണ്, ഫസ്റ്റ് റെക്കോർഡ് എങ്ങനെയാണെന്ന് ആദ്യം പറയാം, അത് കഴിഞ്ഞ് അടുത്തത് എഴുതേണ്ടത് പറയാം. ഇവിടെ വരുന്ന കാര്യം കാർത്തിക, ഞാനേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്ന കാര്യം, ഇൻസ്റ്റിറ്റ്യൂട്ട് മീൻസ് നമ്മുടെ ഓഫീസിൽ വരുന്ന കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്ക് പ്രാക്ടിക്കൽ സെഷൻ ചെയ്യാനായിട്ട് നല്ലൊരു സ്പേസ് ഓഫീസിൽ സെറ്റ് ചെയ്ത് തരും. എല്ലാ ബാച്ചിനും ഉണ്ട്. ഇപ്പോ 6, 7, 8 വരെയുള്ള ബാച്ചുകളുടെ പ്രാക്ടിക്കൽ സെഷൻ അങ്ങനെ നേരിട്ട് കഴിഞ്ഞു. നെക്സ്റ്റ് കമ്മിങ് സാറ്റർഡേ 9th ആണ്. അടുത്ത മന്തിൽ 10th 11th കഴിയും. അപ്പൊ നിങ്ങളുടെയും അങ്ങനെ അങ്ങനെ ഓരോരോ ഇതാവുമ്പോഴേക്കും പാർട്ട് 3 ആവുമ്പോഴാണ് നമ്മൾ പ്രാക്ടിക്കൽ സെഷൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ആ സമയത്ത് റെക്കോർഡ് അസൈൻമെന്റ് ഒക്കെ കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ ആ സമയത്ത് സൈൻ ഒക്കെ വാങ്ങും. അപ്പൊ അങ്ങനെ നിങ്ങളൊന്ന്
ഫോക്കസ് ചെയ്തിട്ട് പോകും. കാരണം അവർ 2-3 പ്രാവശ്യം വരണ്ടല്ലോ റെക്കോർഡ് അസൈൻമെന്റ് ഒക്കെ സൈൻ ചെയ്യാനായിട്ട്. പിന്നെ അങ്ങനെ വരുമ്പോൾ സൈൻ ചെയ്യാൻ റെക്കോർഡും അസൈൻമെന്റും മാത്രം ക്യാരി ചെയ്താൽ മതി. നിങ്ങൾ കുറെ ആക്ടിവിറ്റീസ് ഇനി ചെയ്യാൻ കിടക്കുവാണ്, ഇതൊന്നും നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുവരാൻ പാടായിരിക്കും ട്രാവൽ ചെയ്യുമ്പോൾ. അതൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അത് വൈവയുടെ ടൈമിൽ നിങ്ങൾ കാണിക്കണം. ആരെങ്കിലും ടീച്ചേഴ്സ് ആരെങ്കിലും ചോദിച്ചാൽ ഒന്ന് കാണിച്ചാൽ മാത്രം മതി. ആ ഒരു വീഡിയോ ഒന്ന് കുട്ടികളെല്ലാരും ഇങ്ങനെ റൂമിൽ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ കാണണ്ടെന്ന് പറഞ്ഞാൽ അവർ പറയും ഞങ്ങൾ ഇത്ര എഫേർട്ട് എടുത്ത് ചെയ്തതല്ലേ, മിസ് അത് കാണണം എന്ന് പറഞ്ഞിട്ട് ഫുൾ അവര് ബാക്ക് ക്യാമറ ഓൺ ചെയ്ത് ഫുൾ കാണിച്ചു തരും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. മിക്ക കുട്ടികളും കാണിച്ചു തരും. ഇനി അഥവാ അങ്ങനെ പറ്റാത്തവര് വേറെ ഏതെങ്കിലും മെത്തേഡിൽ ചെറിയൊരു ഷോർട്ട് വീഡിയോയോ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവർ ഫോണിലാക്കിയിട്ട് പ്രാക്ടിക്കലിന് വരുമ്പോൾ കൊണ്ടുവരും. കയ്യിൽ കൊണ്ടുവരാൻ പറ്റാത്തോണ്ടേ അങ്ങനെ ഫോട്ടോ എടുത്തിട്ട് അത് കാണിച്ചൊക്കെ തരാറുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളുടെ റെക്കോർഡ്സ്. 5 റെക്കോർഡ് ഉണ്ട്. ആ ഓരോ 5 പേര് വായിക്കാം. അപ്പൊ ഞാൻ പോയിട്ട് കളക്ഷൻ ബുക്കിന്റെ റെക്കോർഡ് ഒന്ന് എടുക്കട്ടെ കേട്ടോ. ഓക്കെ, 5 റെക്കോർഡിന്റെ പേര് ഇവിടെ കാണാം. ഈ ഒരു ഫുൾ PDF-ല് ഫസ്റ്റ് പേജിൽ 1ാമത്തെ റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്, സെക്കൻഡ് പേജിൽ 2ാമത്തത്, തേർഡ് പേജിൽ തേർഡ് വൺ, ഫോർത്ത് പേജിൽ ഫോർത്ത് വൺ. ഇത്രയേ ഉള്ളൂ. 5th റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് ഈ PDF-ൽ ഇല്ല. അത് മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസിന്റെ ഫീച്ചേഴ്സ് പ്രിൻസിപ്പിൾസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ ഉള്ള ഒരു റെക്കോർഡാണത്. അതൊരു കുട്ടി നല്ലപോലെ എഴുതിയത് നമ്മൾ സ്കാൻഡ് കോപ്പി ഇട്ട് ആ പാർട്ട് 3 എടുക്കുമ്പോൾ മോണ്ടിസോറി മെത്തേഡ്സ് എടുക്കുന്ന സമയത്ത് ആ റെക്കോർഡിന്റെ കോപ്പി, സ്കാൻഡ് കോപ്പി നമ്മൾ അയച്ചു തരും. നിങ്ങൾ അത് നോക്കി കോപ്പി ചെയ്തിട്ട് മെറ്റീരിയൽസിന്റെ പിക്ചേഴ്സ് ഡൗൺലോഡ് ചെയ്തൊന്ന് പ്രിന്റ് എടുത്ത് ഒട്ടിച്ചാൽ മതിയാകും. ഓക്കെ, ഫസ്റ്റ് റെക്കോർഡാണ് മൈ കളക്ഷൻ ബുക്ക്. നമുക്ക് അതിന്റെ ടൈറ്റിലിൽ നിന്ന് തന്നെ മനസ്സിലാകും, ഈ ഹൗ ടു കളക്ട് സംതിങ് സംതിങ്, അത്രയേ ഉള്ളൂ. ഇതിൽ ഞാൻ പറഞ്ഞിരുന്നു ഏതൊക്കെ ടൈപ്പ് റെക്കോർഡ് വേണം എന്നുള്ളത് പറഞ്ഞു. ഇതിലെ ഫസ്റ്റ് റെക്കോർഡില്ലേ മൈ കളക്ഷൻ ബുക്കും ഫോർത്ത് വൺ, ഇതായിരിക്കും ഞാൻ ആദ്യം തരുന്നത്. ഫസ്റ്റും ഫോർത്തും ആണ് ആദ്യം തരുന്നത്. പസിൽസ് ആൻഡ് അതർ കിഡ്സ് ആക്ടിവിറ്റി ബുക്ക്. ഈ ഫസ്റ്റ് വണ്ണും ഫോർത്ത് വണ്ണും ആണ് നമുക്ക് 2 സൈഡും പ്ലെയിൻ നല്ലത്. കാരണം പിക്ചേഴ്സ് ഡ്രോ ചെയ്യാനും പിക്ചേഴ്സ് പേസ്റ്റ് ചെയ്യാനുമാണ് ഈ 2 റെക്കോർഡ് ബുക്കിലും ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ മൈ കളക്ഷൻ ബുക്കിലെ ആദ്യത്തെ 2-3-4 ആക്ടിവിറ്റീസ് മാത്രമേ ഉള്ളൂ അല്പം എഴുതാൻ, ബാക്കിയെല്ലാം പിക്ചേഴ്സ് ആണ്. ഫോർത്ത് വണ്ണിൽ എഴുതാൻ ഒന്നുമില്ല, കംപ്ലീറ്റ് പിക്ചർ ഒട്ടിക്കുക. പിന്നെ കുറച്ച് വേർഡ് പസിൽസും കാണുമായിരിക്കും. അതുകൊണ്ടാണ് ഈ 2 റെക്കോർഡും പ്ലെയിൻ ആണെങ്കിൽ, 2 സൈഡും പ്ലെയിൻ ആണെങ്കിൽ നന്നായിരുന്നു പറഞ്ഞത്. ക്ലിയർ ആയോ? ക്ലിയർ ആയി മാം. ക്ലിയർ. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റും ഫോർത്തും പറയാം. അതൊന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് പിന്നീട് സെക്കൻഡും തേർഡും പറഞ്ഞാൽ മതിയല്ലോ. പിക്ചർ പേസ്റ്റ് ആക്കിയാൽ മതിയോ? അതെ, പേസ്റ്റ് ആക്കിയാൽ മതി. കാരണം ഇപ്പം ഡൊമസ്റ്റിക് അനിമൽസ് നമുക്ക് 5 രൂപ എന്തോ കൊടുക്കുമ്പോൾ വലിയൊരു ചാർട്ട് കിട്ടൂല്ലേ ഈ ബുക്ക് സ്റ്റോളിൽ നിന്നൊക്കെ. കുട്ടികൾ പ്രോജക്റ്റ് അങ്ങനെയൊക്കെ സ്കൂളിലേക്ക് ഓരോ പ്രോജക്റ്റ് ചെയ്യാനായിട്ട് വാങ്ങിക്കുന്നത്. വൈൽഡ് അനിമൽസ് അതിന്റെയും പിക്ചേഴ്സ് കിട്ടും. ഫ്ലവേഴ്സ് അതിന്റെയും പിക്ചേഴ്സ് കിട്ടും. ഫ്രൂട്ട്സ് പിക്ചേഴ്സ് കിട്ടും. ട്രീസ് അങ്ങനെ കുറേ നമുക്ക് കിട്ടും. 5 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മോർ ദാൻ ഇനഫ് ആ രീതിയിൽ കിട്ടും. അപ്പൊ അങ്ങനെ അതല്ലെങ്കിൽ കുട്ടികളുടെ പഴയ ടെക്സ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് കട്ട് ചെയ്യാം. ഒന്നും കൂടി പറയൂ, എന്താ പറഞ്ഞത്? ഞാൻ റെക്കോർഡ് ബുക്കിന്റെ ഡീറ്റെയിൽസ് പറയാൻ തുടങ്ങുമായിരുന്നു. അപ്പൊ എനിക്ക് മെസ്സേജിൽ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നേ, വരയ്ക്കാൻ അറിയില്ല പേസ്റ്റ് ചെയ്താൽ മതിയോ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറയുമായിരുന്നു നമ്മൾ പേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ ഡൊമസ്റ്റിക് അനിമൽസിനെ കുറിച്ചിന്റെ കുറെ പിക്ചേഴ്സ് ആയിരിക്കും. അത് വരയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ഈ പേപ്പർ മാർട്ടിലൊക്കെ പോയി ബുക്ക് സ്റ്റോളിലൊക്കെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് വലിയൊരു ഷീറ്റ് വാങ്ങാൻ കിട്ടില്ലേ, പിക്ചേഴ്സ് ഉള്ള കുറെ ഷീറ്റ്സ് കുട്ടികൾ സ്കൂളിൽ പ്രോജക്റ്റ് ഒക്കെ ചെയ്യാനൊക്കെ ആയിട്ട് അതുപോലെ കിട്ടുന്ന പറയുക. അപ്പൊ മൈ കളക്ഷൻ ബുക്കിലെ പിന്നെ വേറൊരു കാര്യം കൂടെ പറയാൻ പോകുന്നത്, ഇത് നിങ്ങളുടെ റെക്കോർഡാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ആ റെക്കോർഡിനെ ബ്യൂട്ടിഫുൾ ആക്കാം.
പേജ് ഡിസൈൻ ചെയ്യണം, പേജ് ഡിസൈൻ ചെയ്യാം. പക്ഷേ ഓരോ റെക്കോർഡിലും പറഞ്ഞിരിക്കുന്ന തീം, ഇപ്പൊ മൈ കളക്ഷൻ ബുക്ക്, അതിൽ കുറെ കാര്യങ്ങൾ കളക്ട് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്, ആ തീം ആയിരിക്കണം. മൈ കളക്ഷൻ ബുക്കിൽ കൊണ്ടുപോയി ആക്ഷൻ സോങ് എഴുതി വെക്കരുത്, അല്ലെങ്കിൽ സ്റ്റോറി എഴുതി വെക്കരുത്, അതേ ഉള്ളൂ. പിന്നെ ഇതിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇതല്ല, ഇതിൽ കൂടുതൽ കളക്ഷൻ ബുക്ക് ചെയ്യണം, കളക്ഷൻ ഉണ്ട്, അതെനിക്ക് ഒട്ടിക്കണം, യു ക്യാൻ ഡു. കാരണം ഇതിൽ ഞാൻ ഡാൻസ് ഫോംസ് ഒന്നും ഒട്ടിച്ചിട്ടില്ല. നമ്മുടെ ഇന്ത്യയുടെ കുറെ ഡൈവേഴ്സിറ്റികൾ ഉണ്ടല്ലോ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡൈവേഴ്സിറ്റികൾ, ഡ്രസ്സിങ് സ്റ്റൈല്, പിന്നെ ഡാൻസ് ഫോംസ്, ഫെസ്റ്റിവൽസ്, അതൊന്നും ഇതിൽ വരുന്നില്ല. അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അതൊക്കെ ആഡ് ചെയ്യാം. അതൊക്കെ നമുക്ക് പിക്ചേഴ്സ് കിട്ടും. അപ്പൊ അതൊക്കെ ആഡ് ചെയ്യാം. പിന്നെ നോക്കുക, വളരെ സൂക്ഷിച്ച്. കാര്യം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ലോസ് വരരുത്. അത് മണി ആയാലും ടൈം ആയാലും ലോസ് വരാതെ മാക്സിമം യൂസ് ചെയ്തിട്ട്, നമുക്ക് അവൈലബിൾ റിസോഴ്സസ് മാക്സിമം യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, ടൈമും മണിയും വളരെ വാല്യൂ ഉള്ളത് തന്നെയാണ്. പോയി നഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ക്യാഷ് പിന്നെ നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ അത് പോയി, എന്നാലും വീണ്ടും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുണ്ടാക്കുമായിരിക്കും. പക്ഷെ ടൈം പോയാൽ പോയി. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടും നല്ല രീതിയിൽ മാനേജ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്യുക വർക്കുകൾ. ഓക്കെ, ഫസ്റ്റ് വൺ മൈ കളക്ഷൻ ബുക്ക്. അതിലെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്താ എഴുതിയിരിക്കുന്നേ? അതെ, പ്രോവർബ്സ് അറിയാലോ? പഴഞ്ചൊല്ലുകൾ അല്ലെ, നമ്മൾ മലയാളത്തിൽ പറയുവാണെങ്കിൽ പഴഞ്ചൊല്ലുകൾ. നിങ്ങളോട് 10 എണ്ണം, അറ്റ്ലീസ്റ്റ് 10 നമ്പേഴ്സ് എന്നാ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എഴുതാം. ആദ്യം റെക്കോർഡ് ബുക്ക് കയ്യിൽ കിട്ടുമ്പോൾ മേക്ക് ഷുവർ അബൌട്ട് ദി നമ്പർ ഓഫ് പേജസ്. നമ്പർ ഓഫ് പേജസ് എത്ര ഉണ്ടെന്ന് ആദ്യം തന്നെ ഉറപ്പുവരുത്തണം. കിട്ടുന്ന ഉടനെ തന്നെ എല്ലാ റെക്കോർഡ് ബുക്കിന്റെ മുകളിലായിട്ട് മാം, നമുക്ക് ഇത് ലൈക് പ്രോവർബ്സ് എഴുതേണ്ടത് മലയാളത്തിലാണോ അതോ ഇംഗ്ലീഷിലാണോ? നമുക്ക് നമ്മുടെ കോഴ്സിൽ മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർലി ഇംഗ്ലീഷ് മീഡിയം ആണ്. നമുക്ക് മലയാളം എന്നുള്ള കാര്യം ഇതിനകത്ത് വരുന്നില്ല. നോ വറീസ്, നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ ഇതിനകത്ത് ആളുകളുണ്ട്. സുബിയെ നമ്മൾ തിരിച്ചറിഞ്ഞു, അതുപോലെ തന്നെ ആളുകളുണ്ട്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ക്ലാസ് നല്ല രീതിയിൽ തന്നെ ടീച്ചർ തരും. അതൊക്കെ മാക്സിമം ഉപയോഗിക്കും. ഇതിനെ കുറിച്ചൊത്ത് ബോധർ ചെയ്യേണ്ട യാതൊരു കാര്യം കേട്ടോ. മാറ്റാനെ. ഓക്കെ, നമുക്ക് റെക്കോർഡ് ബുക്കിന്റെ ടീച്ചർ മൈ കളക്ഷൻ ബുക്കിൽ തന്നെയാണ് ഈ പ്രോവർബ്സും ക്രെഡിറ്റ്സ് ഒക്കെ എഴുതി ചേർക്കേണ്ടത്. അതെ അതെ, ഇവിടെ ഞാൻ നമ്പർ ഇട്ടേക്കട നിങ്ങൾക്ക് മനസ്സിലായോന്ന് എനിക്കറിയില്ല. ABCDEF വരെ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ജി എന്നുള്ള, ഞാൻ നമ്പർ ഇട്ടതിന്റെ പ്രശ്നമായിരിക്കും, ജി എന്നുള്ള ആക്ടിവിറ്റി മെയിൻ ഹെഡിങ് ആണ്. കളക്ഷൻ ഓഫ് സ്മോൾ പിക്ചേഴ്സ് ഓഫ് ഡിഫറെന്റ് ഐറ്റംസ്. അതിന്റെ സബ് ഹെഡിങ് ആണ് താഴെ 1, 2, 3 എന്നായിട്ട് വരും. ക്ലിയർ ആയോ? ആദ്യത്തെ എഫ് ആക്ടിവിറ്റി ചെയ്തതിന് ശേഷം മാത്രം അടുത്ത ഹെഡിങ് കൊടുത്തിട്ട് വേണം അടുത്ത ആക്ടിവിറ്റി ചെയ്യാൻ. അതെ അതെ. ഓക്കെ, ഇതിന്റെ ജി എന്ന് പറയുന്നതാണ് നമ്മുടെ മെയിൻ ഒരു ഹെഡിങ്. അതൊരു പേജിന്റെ നടുക്ക് മിഡിലായിട്ട് എഴുതിയിട്ട് നെക്സ്റ്റ് പേജ് ഓൺവേർഡ്സ് നമുക്ക് ഈ ഡൊമസ്റ്റിക് അനിമൽസിന്റെ ഒക്കെ പിക്ചേഴ്സ് ഒട്ടിക്കും. പിന്നെ പേജ് നമ്പർ ഇങ്ങനെ എല്ലാ റെക്കോർഡ് ബുക്കിലും ഇങ്ങനെ ഡേറ്റും പേജ് നമ്പറും മുകളിൽ കാണിക്കും. അപ്പൊ അവിടെ ഫസ്റ്റ് റെക്കോർഡ് കിട്ടുമ്പോ തന്നെ ആദ്യം വേണമെങ്കിൽ വീട്ടില് കുട്ടികളെ കൊണ്ട് ചെയ്യിച്ചു 1, 2, 3 എന്ന് പറഞ്ഞ പേജ് നമ്പർ ഇട്ട് വെക്കാം. ലാസ്റ്റ് ആകുമ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടാവും നമ്മുടെ റെക്കോർഡ് ബുക്കിന് എത്ര പേജ് ഉണ്ടെന്ന്. എന്റെ റെക്കോർഡ് ബുക്കിൽ ഏകദേശം 120 പേജസ്. ഒരു ഷീറ്റിന്റെ 2 sides, അതാണ് പേജ്. അത് കൺഫ്യൂഷൻ ആയി പോകരുത്. അപ്പൊ പേജ് നോക്കിയിട്ട് നമുക്ക് മാക്സിമം കാര്യങ്ങൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, റെക്കോർഡ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം കഴിഞ്ഞ ദിവസം പ്രാക്ടിക്കൽ സെഷന് വന്ന ഒരു കുട്ടി റെക്കോർഡുമായിട്ട് വന്നു. വലിയൊരു റെക്കോർഡ് ബുക്ക് ആയിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേജ് കുറേ ഉണ്ട്. അപ്പോ അത് 2 ടോപ്പിക്, അതായത് സ്റ്റോറി റൈമും കൂടെ ഒറ്റ റെക്കോർഡിൽ എഴുതി നടുക്കൊരു പേപ്പർ മാർക്കൊക്കെ വെച്ചിട്ട്. പക്ഷെ എനിക്ക് അത് അത്ര നല്ല സുഖമായിട്ട് തോന്നിയില്ല. ബട്ട് വേറെ മാർഗമില്ല, വലിയ ബുക്ക്, അത്രയും പകുതി പോലും ആയില്ല റൈം എഴുതി.
എഴുതിയപ്പോഴേക്കും റെക്കോർഡിന്റെ പകുതി പോലും വേണ്ടി വന്നില്ല ആ രീതിയിൽ. അപ്പൊ വാങ്ങുമ്പോൾ നമുക്ക് 100-120 പേജസ് ഒക്കെ ഉള്ളതാണെങ്കിൽ നന്നായിരിക്കും. അല്ലെങ്കിൽ കുറെ പേജ് ബാക്കി എഴുതും. നമുക്ക് കൂടുതൽ എഴുതി ചേർക്കാമെങ്കിൽ ചേർക്കുന്നവരാണെങ്കിൽ അതൊരു പ്രശ്നമില്ല. റെക്കോർഡിന്റെ 2 വശത്ത് എഴുതാൻ പറ്റും. പ്രോവർബ്സ് ഒരു വശം റിഡിൽസ് ആയിട്ട് എഴുതാൻ പറ്റുമോ? നമ്മൾ എഴുതുമ്പോ എപ്പോഴും റൈറ്റ് സൈഡ് യൂസ് ചെയ്യാം. പക്ഷെ നമുക്ക് എഫ് അല്ല, ഈ വരെയാണ് നമുക്ക് എഴുതാനുള്ളൂ. അത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പിക്ചേഴ്സ് ഒട്ടിക്കാനാണ്. പിന്നെ ഒന്നും നമുക്ക് റൈറ്റിംഗ് ഇല്ല. അത് വരുമ്പോൾ നമുക്ക് ലെഫ്റ്റും റൈറ്റും യൂസ് ചെയ്യാം. കാരണം എനിക്കൊരു അബദ്ധം പറ്റിയതെന്ന് വെച്ചാല് ഞാൻ പിക്ചേഴ്സ് ഒരു സൈഡ് മാത്രം ഒട്ടിച്ചു പോയി. ഇങ്ങനെ ഒട്ടിച്ചു. അപ്പൊ ഒരു സൈഡ് കുറെ പേജസ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കും. കുറച്ചൊന്നും കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ഒരു സൈഡ് വെറുതെ ഉപയോഗമില്ലാണ്ട് കിടക്കുവാണല്ലോ, അപ്പൊ എന്നാ 2 സൈഡിലും ഒട്ടിക്കാം എന്ന് കരുതിയിട്ട് ഒട്ടിച്ചപ്പോ കുറച്ചുകൂടെ ആ റെക്കോർഡ് ഓപ്പൺ ചെയ്തപ്പോ ഒരു ഭംഗി തോന്നി. കാരണം ഒരു സൈഡ് വെറുതെ കിടക്കുമല്ലോ, 2 സൈഡിലും നിറയെ പിക്ചേഴ്സ് ഒട്ടിച്ച് നമുക്ക് പോവാം. ഈ കളക്ഷൻ ബുക്കിൽ പിക്ചേഴ്സ് ആയതുകൊണ്ട് പിക്ചേഴ്സ് നമുക്ക് തുടങ്ങുന്നത് ജി എന്നുള്ള ആക്ടിവിറ്റി തുടങ്ങിയാണ് കേട്ടോ. അപ്പൊ അത് തുടങ്ങി നിങ്ങൾക്ക് ലെഫ്റ്റും റൈറ്റും യൂസ് ചെയ്യാം. പിന്നെ പ്രോവർബ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴേ കുറെ കുട്ടികൾ ചോദിച്ചു എക്സ്പ്ലെയിൻ ചെയ്യണോന്ന്. നമ്മള് ഒരു പ്രോവർബ് എന്താ പറയാ ഒരു ഫ്രേസ് ഒക്കെ പോലെയാണല്ലോ. റോളിംഗ് സ്റ്റോൺസ് ഗ്യാദേഴ്സ് നോ മോസ്. ആക്ച്വലി അതിന്റെ മീനിങ് കുറെ കൂടി ഇന്നർ ഡെപ്തിലുള്ള മീനിങ് ആണ്. അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണോന്ന് ചോദിച്ചു. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, ചെയ്യുവാണെങ്കിൽ നന്നായിരിക്കും. അത് ചോദിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത് ശരിയാണല്ലോ, നല്ലൊരു കാര്യമല്ലേ. ഒരു 2-3 സെന്റൻസിൽ എന്താണ് അത് മീൻ ചെയ്യുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. യു ക്യാൻ ഡു. ഓക്കെ. ഇനി ചിലര് ചോദിച്ചു അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് റിലേറ്റഡ് എന്തെങ്കിലും പിക്ചർ കിട്ടുവാണെങ്കിൽ ഞങ്ങൾ സ്റ്റിക്ക് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു, പേസ്റ്റ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതും ചെയ്യാം. അപ്പൊ അത് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് യൂസ് ചെയ്യാം. പിക്ചർ ഒട്ടിക്കാൻ ലെഫ്റ്റ് സൈഡ് യൂസ് ചെയ്യാം. പിന്നെ ഈ റെക്കോർഡ് ബുക്ക് 5 റെക്കോർഡ് ബുക്ക് നമ്മൾ എഴുതുന്നതും നമ്മളുടെ സ്വന്തമാണ്, നമ്മൾക്ക് റെഫർ ചെയ്യാനുള്ളതാണ്, വേറൊരാൾക്ക് കൊടുക്കാനുള്ളതല്ല. ഇത് മനസ്സിലായോ? നമ്മള് ഒരു മിനിറ്റ്. പ്രോവർബ്സ് ഒരു സെന്റൻസ് ഒരു റൈറ്റ് സൈഡിൽ എഴുതിയിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ ലെഫ്റ്റ് സൈഡിൽ എഴുതാൻ. അപ്പൊ നമുക്ക് ചിലപ്പോ പേജ് തികഞ്ഞില്ല എന്ന് വരും കേട്ടോ. കാരണം എന്താ വെച്ചാല് ഒരു പ്രോവർബ് ഒക്കെ ചിലപ്പോ ഒറ്റ സെന്റൻസിൽ തീരും. നമ്മൾ എക്സ്പ്ലനേഷൻ 2-3 സെന്റൻസിൽ എഴുതുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലത് തികയാതെ വന്നാലും അത് നിങ്ങൾ ആലോചിച്ച് ചെയ്യും. അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയിട്ട് തോന്നുവാണെങ്കിൽ ഇപ്പൊ ചിലർ അതിന് ആ മീനിങ് വരുന്ന രീതിയിലുള്ള പിക്ചർ ഞങ്ങൾ ഒട്ടിക്കട്ടെ എന്നൊക്കെ ചോദിച്ചു. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. മാം, കളക്ഷൻ ബുക്ക് നമുക്ക് ബോത്ത് സൈഡ് പ്ലെയിൻ ഉള്ളതല്ലേ വേണ്ടിയത്? യെസ്. കാരണം നമുക്ക് കൂടുതലും അതില് പിക്ചേഴ്സ് ആണ് പേസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വരയ്ക്കുന്നത്. നമ്മൾ പേസ്റ്റ് ചെയ്യുന്നത് ഒക്കെ പോട്ടെ, ലൈനിന്റെ മുകളിൽ പേസ്റ്റ് ചെയ്താൽ കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ലെങ്കിലും വരയ്ക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ലൈനിന്റെ മുകളിൽ വരയ്ക്കുമ്പോൾ അത് സുഖാവില്ലല്ലോ, പ്ലെയിൻ അല്ലേ നല്ലത്. അതുകൊണ്ടാണ് പറയണത്. അപ്പൊ ചില കുട്ടികൾ പറയണു ചില ഷോപ്പിൽ പോകുമ്പോൾ എല്ലാം പ്ലെയിനാ കിട്ടുന്നത്, ചില ഷോപ്പിൽ പോകുമ്പോ അങ്ങനെ പ്ലെയിൻ കിട്ടുന്നുണ്ട്, ഈ ലൈൻ ഉള്ളത് കിട്ടുന്നില്ല അങ്ങനെ പറയുന്നത്. അപ്പൊ ഞാൻ ഈ ലൈൻ ഉള്ളത് പറഞ്ഞ എന്താന്ന് വെച്ചാൽ നമ്മുടെ 2nd-ഉം 3rd-ഉം അതെ 5th-ഉം അതായത് സ്റ്റോറി, റൈം, പിന്നെ മോണ്ടിസോറി അപ്പാരറ്റസിനെ കുറിച്ച് എഴുതുന്ന 5ാമത്തെ റെക്കോർഡ്. ഒരു മെസ്സേജ് വന്നു നോക്കാനാണ്. അപ്പൊ അങ്ങനെ എനിക്ക് പ്ലെയിൻ പേപ്പറിൽ എഴുതാൻ അത്ര കോൺഫിഡൻസ് ഇല്ല. എന്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ വളരെ മോശമായി പോകും. അപ്പൊ അതുകൊണ്ട് എനിക്ക് എഴുതാൻ റൂൾഡ് പേപ്പറിൽ എഴുതാനാണ് ഒരു കോൺഫിഡൻസ് ഉള്ളത്. അങ്ങനെ പ്ലെയിൻ ഇനി അങ്ങനെ അതല്ല പ്ലെയിനിൽ എഴുതാനും ഓക്കെ ആണെന്നുള്ളവർക്ക് എല്ലാം പ്ലെയിൻ വാങ്ങാം, നോ പ്രോബ്ലം. അപ്പൊ ഞാൻ ഈ റൂൾഡിൽ എഴുതാൻ താല്പര്യമുള്ളവർക്ക് പ്ലെയിൻ ആയി കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി പറഞ്ഞൊരു ഐഡിയ ആണ്, ഒരു റൂൾഡ് പേപ്പർ ഈ പ്ലെയിൻ പേപ്പറിന്റെ അടിയിൽ വെക്കുക. ഈ വരയുടെ ഇംപ്രഷൻസ് മോളിൽ കാണുമല്ലോ, നല്ലപോലെ ക്ലിപ്പ് ചെയ്ത് വെക്കുകയോ സെക്യൂർ ചെയ്ത് വെച്ചിട്ട് ആ ഇംപ്രഷൻസ് ഇത് കാണുന്ന ആ വരയിലൂടെ എഴുതി പോവുക എന്ന് പറയും. അപ്പൊ അങ്ങനെ വന്നു. അപ്പൊ അത് ഒരു നല്ല ഐഡിയ ആയിട്ട് തോന്നിയിട്ട് പേപ്പർ മാറ്റുന്നെങ്കിൽ നമുക്ക് നല്ല നീറ്റ് ആയിട്ട് അത് നല്ല സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ പോകുന്ന പോലെ കാണും. മെസ്സേജ് വന്നതൊന്ന് കണ്ടോട്ടെ.
മാം ലൈക്ക് ഇപ്പൊ പ്ലെയിൻ സൈഡ് അല്ലെ, ഞങ്ങൾ 2 സൈഡ് പ്ലെയിൻ ബുക്ക് അല്ലേ എടുക്കുന്നത്. അപ്പൊ ലൈക്ക് പ്രോബബ്സ് ആണെങ്കിൽ ഇപ്പൊ 10 പ്രോബബ്സ് ആണെങ്കിൽ അത് റിട്ടേൺ മെറ്റീരിയൽ ആയിരിക്കും. അപ്പൊ ലെഫ്റ്റും റൈറ്റും നമുക്ക് എഴുതാൻ പറ്റുന്നത്. ലൈക്ക് ഇപ്പം 10 പ്രോബബ്സ് ആണെങ്കിൽ ഇപ്പൊ ലൈക്ക് ഒരു പ്രോബബ്സ് നമ്മൾ വലിയതായിട്ട് എഴുതിയിട്ട് അത് എക്സ്പ്ലനേഷൻ ഒറ്റ സിംഗിൾ പേജിൽ ലെഫ്റ്റിലോട്ട് എഴുതി പിന്നെ റൈറ്റിലോട്ട് സെക്കൻഡ് പ്രോബബ്സ് എഴുതി അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലേ? അതോ ഒറ്റ പേജിനകത്ത് ചെയ്യണമെന്നുണ്ടോ? എക്സ്പ്ലനേഷനും കൂടെ എഴുതുവാണെങ്കിൽ നമുക്കൊന്ന് ചിന്തിക്കാം ലെഫ്റ്റും റൈറ്റും യൂസ് ചെയ്യാനായിട്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുക, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്നത് റൈറ്റ് പേജിലായിരിക്കുമല്ലോ അല്ലേ? അല്ലെ, അത് ക്ലിയർ ആയില്ലേ? റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ റെക്കോർഡ് നല്ല നോട്ട്ബുക്ക് ആണെങ്കിലും ലെഫ്റ്റിൽ നിന്ന് നമ്മൾ റൈറ്റ് ചെയ്യില്ലല്ലോ. അപ്പൊ നിങ്ങൾ റൈറ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യൂ. എക്സ്പ്ലനേഷൻ ഒക്കെ എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ലെഫ്റ്റും റൈറ്റും യൂസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തോളൂ. ഇവിടെ ഒരു മെസ്സേജ് വന്നത് സാധാ റെക്കോർഡ് വാങ്ങിയാൽ പോരെ ഇത് ചെയ്യാൻ, പ്രത്യേക നെയിമുള്ള റെക്കോർഡ്സ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, മിക്ക സ്കൂളുകളുടെ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രത്യേകിച്ചും അതിനടുത്ത ബുക്ക് ഷോപ്പുകളിൽ റെക്കോർഡ് എന്തായാലും അവൈലബിൾ ആയിരിക്കും. കാരണം +2 സയൻസ് സ്റ്റുഡൻസ് യൂസ് ചെയ്യുന്ന റെക്കോർഡില്ലേ, ഞാനത് അങ്ങനത്തെയാ വാങ്ങിയിരിക്കുന്നത്. കവർ ചെയ്തുകൊണ്ട് നിങ്ങളെ അതിന്റെ ഫ്രണ്ട് പേജ് കാണിക്കാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. ഞാനത് പിൻ ചെയ്ത് സേഫ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ഒരു 8 years ബാക്ക് ചെയ്ത കവർ കേട്ടോ, അതിന്റെ ഒരു കുഴപ്പമില്ല. അപ്പോ അങ്ങനെയുള്ളിടത്തും അന്വേഷിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളുടെ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്കൊക്കെ റെക്കോർഡ് വാങ്ങില്ലേ, അത് മതി, അതാണ് വാങ്ങേണ്ടത്. എനിക്ക് തോന്നുന്നു ഞാനിത് വാങ്ങുന്ന സമയത്ത് 50-60 ആ ഒരു റേഞ്ച് ആയിരുന്നു. ഇപ്പൊ 90, 100, 120 അങ്ങനെയൊക്കെ റേറ്റ് പറയുന്നുണ്ടായിരുന്നു. പിന്നെ കേരളത്തിന് പുറത്ത് പ്രത്യേകിച്ചും ഗൾഫ് കൺട്രീസിലുള്ളവർക്ക് ഇങ്ങനത്തെ റെക്കോർഡ് അവിടെ അവൈലബിൾ അല്ല. അപ്പൊ അവർ പല ബാച്ചിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെന്നോട് ചോദിച്ചത് നാട്ടിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിയിട്ട് പോവാം, വെയിറ്റ് ഒരു ഇഷ്യൂ അല്ലെങ്കിൽ. അവരെന്നോട് പറഞ്ഞിരുന്നു അവിടെ ഇങ്ങനെ മാനുസ്ക്രിപ്റ്റോ അങ്ങനെ എന്തോ പോലെ ഒരു പ്രത്യേക ക്വാളിറ്റി ഉള്ള നോട്ട്ബുക്ക് അവൈലബിൾ ആണ്, അതിൽ ചെയ്തോട്ട് ചോദിച്ചു. യെസ്, യു ക്യാൻ ഡു. അവർക്ക് അങ്ങനെ ചെയ്യാം. പ്രോവർബ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ റൈറ്റ് സൈഡിൽ നിന്ന് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. എക്സ്പ്ലനേഷൻ ഒക്കെ വരുന്നതുകൊണ്ട് നെക്സ്റ്റ് പേജ് തുടങ്ങി ലെഫ്റ്റും റൈറ്റും ഉപയോഗിച്ചു. ഇനി എന്താ റിഡിൽസ്? കടങ്കഥകൾ. കടങ്കഥകൾ അല്ലെ, നമ്മൾ ചെറുപ്പം തുടങ്ങി നമ്മൾ കേട്ടു വളർന്നിട്ടുള്ളതാണ് കടങ്കഥകൾ. ഈ റിഡിൽസിന്റെ ഒരു പ്രത്യേകത എന്താ? നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ ഒരു പിടിയും കിട്ടില്ല. നമ്മളിങ്ങനെ തല കുത്തിയിരുന്ന് ആലോചിക്കും. 100 pages 60 rupees. എവിടുന്നാ വാങ്ങിയ? അൻഷില എവിടെയായിരുന്നു? എവിടെയാ സ്ഥലം? ഞാൻ തൃശ്ശൂരാണ് മാം. തൃശ്ശൂർ കോടാലി എന്ന് പറയും, തൃശ്ശൂർ ജില്ലയില്. ഓക്കെ, 192 pages 130 rupees. യെസ്, 100 pages. രണ്ടും കിട്ടിയോ? പ്ലെയിനും അതുപോലെ വൺ സൈഡ് കിട്ടിയല്ലേ? പ്ലെയിൻ ആണ് ഈ 190 പേജ് തന്നെ, 192 പേജ് തന്നെ പ്ലെയിൻ ആയിട്ട് രണ്ടും. അതിനാണ് 130 rupees വരുന്നത്. ഓക്കെ, വെരി ഗുഡ്. അപ്പോ കടങ്കഥകളുടെ കാര്യം പറയുമ്പോൾ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ നമുക്ക് ഒരു പിടിയും കിട്ടില്ല. ഇത് എന്താ ഇത്? പക്ഷെ ആൻസർ പറയുമ്പോൾ നമ്മൾ ഒരു ഫീൽ അല്ല, അയ്യോ ഇതായിരുന്നു ഇങ്ങനെ. അപ്പൊ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയല്ലേ കടങ്കഥകൾ പൊതുവെ വരുന്നത്? സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ ഒരു പിടിയും കിട്ടില്ല, പക്ഷെ ആൻസർ കേൾക്കുമ്പോൾ നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ചെറുപ്പത്തിലേ കേട്ട് വളർന്ന മുറ്റത്തെ ചെപ്പി നടപ്പില്ല. നമുക്ക് ഒട്ടും ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അത് എന്ത് സാധനമാണെന്ന് വിചാരിക്കും. ശരി, കിണർന്ന് പറയുമ്പോഴല്ലേ നമ്മൾ ചിന്തിക്കുക ഓ ശരിയാണല്ലോ എന്നുള്ള രീതിയിൽ. അതാണ് റിഡിൽസ്. അതിന്റെ തൊട്ട് താഴെ പസിൽസ് വരുന്നുണ്ട്. പസിൽസ് കുസൃതി ചോദ്യങ്ങൾ, ട്രിക്കി ക്വസ്റ്റ്യൻസ്, അതാണ് പസിൽസ് വരുന്നത്. ഇനി കുറെ പേര് എന്നോട് ചോദിച്ചു, പല ബാച്ചിനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. എല്ലാരും എന്തായാലും ഗൂഗിളൊക്കെ റെഫർ ചെയ്യുമല്ലോ, അതിലൊക്കെ റെഫർ ചെയ്യുമ്പോൾ ക്രോസ് വേർഡ് പസിൽസ് കാണാം, പിക്ചർ പസിൽസ് കാണാം, കുറെ നമ്പർ പസിൽസ് കാണാം, വേർഡ് പസിൽസ് കാണാം. ഇതൊക്കെ എഴുതാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഡെഫിനറ്റ്ലി യു ക്യാൻ റൈറ്റ്. നിങ്ങൾക്ക് എഴുതാം. എന്താ പറയാ, സ്റ്റേറ്റ്മെന്റ് പോലുള്ള പസിൽസ്, അതായത് ക്വസ്റ്റ്യൻ പോലുള്ള പസിൽസ് മാത്രമല്ല ഇങ്ങനത്തെ പസിൽസും എടുക്കും. പക്ഷെ നമ്മുടെ 4th റെക്കോർഡ് പസിൽസ് ആൻഡ് അതർ കിഡ്സ് ആക്ടിവിറ്റി ബുക്ക് എന്ന് പറഞ്ഞിട്ടാണ് 4th റെക്കോർഡ്. അപ്പൊ അതിനകത്ത്
പസിൽസ് വരുന്നുണ്ട്. അപ്പൊ സെയിം പസിൽ തന്നെ അതിൽ റിപ്പീറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഒരു സെക്കൻഡ് എനിക്ക് തരാമോ? വായിച്ചു നോക്കിക്കോട്ടെ ഓരോ ടോപ്പിക്സ് ആയിട്ട്. പസിൽസിന്റെ കാര്യം അതാണ്. നമുക്ക് ട്രിക്കി ക്വസ്റ്റ്യൻസ് അതാണ് പസിൽസിൽ വരുന്നത്. നിങ്ങൾക്ക് അത് സ്റ്റേറ്റ്മെന്റ് മാത്രമുള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കംപ്ലീറ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമുള്ളതാണ് ഞാൻ പസിൽസ് ആയിട്ട് എഴുതിയത്. അപ്പൊ ചില കുട്ടികൾ ചോദിച്ചു റിഡിൽസിനൊക്കെ ആൻസറിന്റെ പിക്ചർ ഞങ്ങൾ ലെഫ്റ്റ് സൈഡിൽ ഒട്ടിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അതും ചെയ്യാം, പ്രോബ്ലം. പക്ഷെ കുട്ടികൾക്ക് കൊണ്ടുപോകുമ്പോഴേ ഇപ്പൊ നമ്മൾ കുട്ടികളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അപ്പൊ അവർക്ക് കൊച്ചു കുട്ടികളല്ല, അവരുടെ ഏജിനനുസരിച്ച് ഉള്ള റിഡിലല്ലേ നമ്മൾ ചോദിക്കുള്ളൂ, അല്ലെങ്കിൽ പസിൽസ് അല്ലേ ചോദിക്കുള്ളൂ. അങ്ങനെയുള്ള കുട്ടികൾക്ക് അനുസരിച്ചുള്ളത് വേണോട്ടോ നമ്മൾ നമ്മുടെ റെക്കോർഡിൽ എഴുതാൻ. അല്ലാണ്ട് ഭയങ്കരമായിട്ട് ചിന്തിക്കേണ്ട ആ ഒരു രീതിയിലുള്ളതൊന്നും അല്ല. അപ്പോ പിക്ചേഴ്സ് ഒട്ടിച്ചോടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ക്വസ്റ്റ്യൻ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ 4 or 5 പിക്ചേഴ്സ് ഉണ്ടാവണം. അപ്പൊ അതിൽ നിന്ന് കറക്റ്റ് ആൻസർ അവർ പറയുകയും ചെയ്യണം, ആ പിക്ചർ അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യാം. അങ്ങനെയും നമുക്ക് ചെയ്യാം. ഇതിനും നിങ്ങൾക്ക് വേണമെങ്കിൽ പിക്ചേഴ്സ് ഒട്ടിക്കാം. ക്ലിയർ ആയോ? ഒരു എന്താ പറയാ, റിഡിൽ വാട്ട് ഹാസ് എ ഫേസ് ആൻഡ് 2 hands ബട്ട് നോ ആർംസ് ഓർ ലെഗ്സ്. ക്ലോക്ക് അല്ലെ, സെന്റൻസ് സ്റ്റേറ്റ്മെന്റ് ആദ്യം പറയുമ്പോൾ നമുക്ക് വലിയ പിടിയൊന്നും കിട്ടും. പക്ഷെ കുറെ റിഡിൽസ് ഒക്കെ കുട്ടികളെ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അവർ ചിന്തിക്കാൻ തുടങ്ങും, അവർക്ക് ആൻസർ കിട്ടും. ഒരു ക്ലൂ ആയിട്ട് പിക്ചേഴ്സും കൂടെ വെക്കുമ്പോഴേക്കും അത് ഒരു ആൻസറിന് 4-5 പിക്ചേഴ്സ് ഒക്കെ വെക്കണം. ഒരു ബന്ധമില്ലാത്ത രീതിയിലുള്ള പിക്ചേഴ്സ് ഒക്കെ വെക്കണം. അപ്പോഴാണ് അവർ ചിന്തിക്കുള്ളൂ. നമുക്ക് അവരുടെ ഇമാജിനേഷൻ, അവരുടെ ക്രിയേറ്റിവിറ്റി ഇതൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നത്. കഴിഞ്ഞ ബാച്ചില് 5th റെക്കോർഡ് എന്താ? 5th റെക്കോർഡ് നമ്മളുടെ മോഡ്യൂൾ 3 ആണ്. 5th റെക്കോർഡ് മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസ്, മോണ്ടിസോറി അപ്പാരറ്റസിനെ കുറിച്ചുള്ളതാണ് കേട്ടോ 5th റെക്കോർഡ്. അതിനെപ്പറ്റി ഇപ്പൊ ബോധർ ചെയ്യേണ്ട. പാർട്ട് 3 വരുമ്പോ അത് തരാം. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി ഷെയർ ചെയ്തതാണ്. അതിന്റെ ചേച്ചിക്ക് ട്വിൻസ് ആണ്. ആ കുട്ടികൾ ഇപ്പൊ UKG-ലോ മറ്റോ ആയിട്ടുണ്ട്. കുട്ടികൾ 1 വയസ്സായപ്പോ ഒരു ഏരിയ, ഒരു വീടിന്റെ ടോപ്പ് പോർഷനില് മുകളിലത്തെ നിലയിൽ ഒരു ഏരിയ മുഴുവനും ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ, അതായത് കുട്ടികൾ തന്നെത്താനെ ഇങ്ങനെ ചെയ്യാനായിട്ട് ഒരു ബാസ്ക്കറ്റ് നിറയെ കളർ പേപ്പറും സിസേഴ്സും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വെച്ചു. അപ്പൊ അവരുടെ ഏജിനനുസരിച്ച് അവർ ഓരോരോ ആക്ടിവിറ്റി ചെയ്യും. അത് കട്ട് ചെയ്ത് ഓരോന്ന് ചെയ്യുക, കട്ട് ചെയ്ത് ഒട്ടിക്കുക, അങ്ങനെ കുറെ കാര്യങ്ങൾ. അതെല്ലാം ശരിക്കും മോണ്ടിസോറി മെത്തേഡാണ്. പിന്നെ വേറൊരു ഏരിയയിൽ അവർക്ക് ഡ്രോയിങ്, കളർ ചെയ്യാനുള്ളത്, വേറൊരു ഏരിയയില് അവർക്ക് സ്പൂണിങ്, ഒരു പാത്രത്തിന് വേറൊന്നിലേക്ക് ഫില്ല് ചെയ്യണത്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ആയിട്ട് ഡിസൈൻ ചെയ്തു എന്ന് പറയാം. ആ കുട്ടികൾക്കാണെങ്കിൽ മൊബൈൽ വേണ്ട, TV വേണ്ട, അവർക്ക് ഈ ഏരിയയിൽ കളിക്കാനാണ് ഇഷ്ടം. വീട്ടിൽ മറ്റു കുട്ടികൾ വരുമ്പോൾ ഇത് ഭയങ്കര സന്തോഷത്തോടു കൂടി ഈ കുട്ടികളെ കൊണ്ട് അങ്ങോട്ട് പോകുന്നു പറയുന്നത്. അപ്പൊ ആ കുട്ടി പറയേ, നേരത്തെ അറിയാമെങ്കിൽ ഞാൻ ഏതോ കസിൻ സിസ്റ്റർ ആണെന്ന് തോന്നുന്നു, ഞാൻ എന്റെ ആളുടെ മോന് ഒരു 1ാം ക്ലാസ്സിലാണേ, മോനെയും ഇതുപോലെ ചെയ്യിക്കുമായിരുന്നു. അപ്പൊ ആ കുട്ടികള് ഒട്ടും ഡിജിറ്റൽ വേൾഡിന്റെ ഒരു ഇൻഫ്ലുവൻസിലേ അല്ല. TV-യിൽ കാർട്ടൂൺ പോലും കാണാൻ അവര് വരില്ല. അവർക്ക് അവർ എണീറ്റിരിക്കുന്ന ആ സമയം മുഴുവനും ഈ ഏരിയയിലാണ് അവരോരോന്ന് ചെയ്യുന്നത്. പേജിനനുസരിച്ച് ചേഞ്ചസും അപ്ഡേറ്റും ചെയ്യുന്നുണ്ട്. ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യോ? യെസ്, ഞാൻ മെസ്സേജ് കൊടുത്തിട്ടുണ്ട് അൻഷില. നിങ്ങൾക്ക് മിക്കവാറും ബുക്ക് വന്നിട്ടുണ്ടാവുമായിരിക്കും നിങ്ങളുടെ ക്ലാസ് റൂമിൽ ആ PDF.
രേഷ്മ വായിച്ചു റെക്കോർഡ്. പിക്ചർ ഒട്ടിക്കുന്നത് എഴുതുന്നതിന് മുകളിൽ ചെയ്യാമോ? യെസ്, അങ്ങനെയും ചെയ്യാം. നമുക്ക് കാണുമ്പോൾ നമ്മുടെ റെക്കോർഡ് ബുക്ക് കാണുമ്പോൾ നമുക്ക് ഒത്തിരി അങ്ങ് ക്രൗഡഡ് കൺജസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യരുത്. കാണുന്നവർക്ക് മനസ്സിലാകണം. മീൻസ് ഞാൻ പറഞ്ഞു നമ്മൾക്ക് മാത്രം റെഫർ ചെയ്യാനുള്ളതാണ്. പക്ഷെ നമ്മളൊരു ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ അവരൊന്ന് മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ വെള്ളം നല്ല നീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ ആ ഒരു ക്ലാരിറ്റി. മോണ്ടിസോറി മെത്തേഡിന്റെ ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് അതാണ്: സിംപ്ലിസിറ്റി, ബ്രിവിറ്റി ആൻഡ് ഒബ്ജക്ടിവിറ്റി. ഈ 3 കാര്യങ്ങൾ ത്രൂ ഔട്ട് ഇനി നമ്മൾ നമ്മുടെ ലൈഫിലും കൊണ്ടുപോകണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അത് വീട്ടിലെ ആയിക്കോട്ടെ, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തായിക്കോട്ടെ, എവിടെയാണെങ്കിലും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം, ബ്രീഫ് ആയിട്ട് ചെയ്യാം. അതായത് നമ്മൾ കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ കുറേ കഥ പറഞ്ഞാലൊന്നും ഇവർ ശ്രദ്ധിക്കില്ല. അവർക്ക് വളരെ സിമ്പിൾ ആയിട്ട് കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാകാതെ വളരെ ചുരുക്കി കാര്യം പറയാം. അവർക്ക് ആക്ടിവിറ്റി ചെയ്യാനായിരിക്കും താല്പര്യം, കഥ ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അത് ബ്രീഫ് ചെയ്ത് ഒബ്ജക്ടിവിറ്റി, അതായത് എന്തിനെ കുറിച്ചാണോ നമ്മൾ പറയുന്നത് അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് പറയുക, അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പറയും. ടെക്സ്റ്റ് ബുക്ക് ഇതുവരെ കിട്ടിയില്ല. ഓക്കെ ഗായത്രി, നിങ്ങളുടെ PR-ഓട് ഞാൻ പറയാം കേട്ടോ. ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ഡീറ്റെയിൽസ് അയച്ചിട്ടുണ്ട് കേട്ടോ. PDF വന്നിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിന്റെ കാര്യം PR-ഓട് പറയാം. സുജ എന്ന് പറഞ്ഞ മേഡമാണോ PR-ഓ? നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്ന ആരാ ഓഫീസിൽ? ഞാൻ അന്വേഷിച്ചിട്ട് പറഞ്ഞോളാം കേട്ടോ. ഓക്കെ, ദെൻ പസിൽസ്. പസിൽ നമുക്ക് ഇങ്ങനെ റിലേഷൻഷിപ്പ് പസിൽസ് ഒക്കെ എഴുതാം. കേട്ടിട്ടില്ലേ? എന്റെ അച്ഛന്റെ സിസ്റ്ററിന്റെ മകന്റെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു റിലേഷൻഷിപ്പ് പസിൽസ് ഒക്കെ വരില്ലേ, അതൊക്കെ എഴുതാം. പിന്നെ പൊസിഷൻ, ഒരാളുടെ ബാക്കിൽ വേറൊരാൾ നിൽക്കുന്നു. കുട്ടികൾ അങ്ങനെ ഇമാജിൻ ചെയ്യും, അല്ലെങ്കിൽ കുട്ടികളെ തന്നെ നിർത്തിയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യിക്കാം. ഒരാളുടെ ബാക്കിൽ ഒരാൾ നിൽക്കുന്നു, അയാളുടെ ഫ്രണ്ടിൽ അടുത്ത ആള്, അങ്ങനെ. പിന്നെ ഡേയ്സ്, ഇന്നലത്തിന്റെ മുൻപിലത്തെ ഡേ ഇതായിരുന്നു, അപ്പോ 2 ദിവസം കഴിഞ്ഞുള്ള ഡേ ഏതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡേയ്സിന്റെ ഇതൊക്കെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ആണ്. ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആക്കാതെ. റിലേഷൻഷിപ്പ് തന്നെ പറയുവാണെങ്കിലും PSC-ക്കൊക്കെ വരാതെ ചിലപ്പോൾ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ ചെറിയൊരു ടെസ്റ്റ് ഒക്കെ അതിനകത്ത് പാടും. ഓക്കെ, ഇപ്പൊ റിഡിൽസും പസിൽസും ക്ലിയർ ആയോ? പസിൽ ഏത് ടൈപ്പ് പസിലും ചെയ്യാം, പക്ഷെ 4th റെക്കോർഡ് വരുമ്പോൾ അതിൽ കുറേ പസിൽസ് ഉണ്ട്. ഇത് തന്നെ അതിലേക്ക് വരരുത്, വേറെ പുതിയത് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ റെക്കോർഡല്ലേ, നമ്മൾ ഒന്നിലെഴുതി തന്നെ മറ്റേലേക്ക് കോപ്പി ചെയ്യണ്ടല്ലോ, നമുക്ക് പുതിയത് കണ്ടുപിടിക്കാമല്ലോ. അപ്പൊ അത് ക്ലിയർ ആയല്ലോ. അടുത്തതാണ് എല്ലാവർക്കും പ്രശ്നം വരിക. ട്രഡീഷണൽ നോളജ് ഫ്രം എൽഡേഴ്സ്. ഞാനത് എഴുതി വന്നപ്പോൾ എല്ലാം മെഡിസിനൽ ടിപ്പുകളായി. കാരണം എനിക്ക് അല്ലാതെയുള്ള ട്രഡീഷണൽ നോളജ് ഫ്രം എൽഡേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതുന്നത് ഫാക്റ്റ് ആയിരിക്കണം, സയന്റിഫിക് ആയിരിക്കണം, ബ്ലൈൻഡ് ബിലീഫ് ആകരുത്. പ്രായമായ ആൾക്കാർ ഒത്തിരി ബ്ലൈൻഡ് ബിലീഫ്, അതായത് രാത്രി നഖം വെട്ടിട്ട് സന്ധിക്ക് അലക്കരുത്, സന്ധിക്ക് അരക്കരുത്, നമ്മുടെ അടുക്കളയിൽ അരകരുത്, പിന്നെ കട്ടിലിരുന്ന് കാലാട്ടരുത്. നമുക്കൊരു എക്സ്പ്ലനേഷൻ കറക്റ്റ് കൊടുക്കാനില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ബ്ലൈൻഡ് ബിലീഫ് ആകരുത്, ഫാക്റ്റ് ആയിരിക്കണം. ഞാൻ എഴുതി വന്നപ്പം കംപ്ലീറ്റ് ഒരു വെരി മെഡിസിനൽ ട്രിപ്സ് ആയി. അതായത് മാംഗോ ലീവ്സ് ആൻഡ് നീം സ്റ്റിക്ക് ആർ ഗുഡ് ഫോർ ക്ലീനിങ് ടീത്ത്. Clove and cardamom are very good mouth fresheners. Burn dried neem leaves which will remove mosquitoes. പിന്നെ put some amount of salt in lukewarm water and pour the water on the swelling area. നമ്മൾ നീര് ഒക്കെ പോവാനായിട്ട് ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒഴിക്കില്ലേ ആ ഭാഗത്ത്. പിന്നെ ടർമറിക്, അതായത് മഞ്ഞത്, തുളസിയിലയും മഞ്ഞളും കൂടെ മിക്സ് ചെയ്തൊരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഇൻസെക്ട് ബൈറ്റ്സ് അതിന്റെ ആ ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ അത് മാറും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഇഞ്ചിയും ഉപ്പും കൂടെ ചവയ്ക്കുക, ഗുഡ് മെഡിസിൻ ഫോർ, ചവച്ചാൽ നീരിറക്കുക, ഗുഡ് മെഡിസിൻ ഫോർ ഡിസെൻട്രി, സ്റ്റൊമക് അപ്സെറ്റ്, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം. ഞാൻ എഴുതിയത് ഒരുമാതിരിപ്പെട്ടതല്ല, ഈ ഒരു മെഡിസിനൽ വാല്യൂസ്, ആ മെഡിസിനൽ ടിപ്പ് പോലെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം, നോ പ്രോബ്ലം. പക്ഷെ സയന്റിഫിക് ആയിരിക്കണം, ഫാക്ട് ആയിരിക്കണം നമുക്ക് വേറെ ഒന്നുമില്ല. അത് പിടിയില്ലോ, ട്രഡീഷണൽ നോളജ് ഫ്രം ദി എൽഡേഴ്സ്. നെക്സ്റ്റ് വൺ
പിക്ചേഴ്സ് ഓഫ് വണ്ടർഫുൾ അനിമൽസ് ഓർ ക്രീച്ചേഴ്സ് വിത്ത് ഡീറ്റെയിൽസ്. ഇവിടെ നമ്മൾ പിക്ചറും കളക്ട് ചെയ്യണം, ആ അനിമലിന് എന്തുകൊണ്ടാണ് വണ്ടർഫുൾ അല്ലെങ്കിൽ അതിന് എന്തത്ര പെക്യുലിയാരിറ്റി, അതിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്, അതിനെപ്പറ്റി ഒരു പാരഗ്രാഫ് എഴുതണം. ഞാൻ എഴുതിയത് വെജിറ്റേറിയൻ പിരാനയെ കുറിച്ചായിരുന്നു. പിരാന ഫിഷിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ, അതിന്റെ വെജിറ്റേറിയൻ പിരാനയുണ്ട്. വെജിറ്റേറിയൻ പിരാന ആളുകളെ ഒന്നും ആക്രമിക്കില്ല, ഈ പുല്ല് അങ്ങനത്തെ ഒക്കെയാണ് ചെയ്യുന്നത്, ഫ്ലഷ് ഈറ്റിംഗ് അല്ല. ഇറ്റ് ഡസ് നോട്ട് ഈറ്റ് ഫ്ലഷ്, അതുകൊണ്ടാണ് അതിനെ വെജിറ്റേറിയൻ പിരാന എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് ഞാൻ മനസ്സിലാക്കിയത്, കണ്ടത് അതിന്റെ പിക്ചറിൽ നിന്ന് കാണാൻ പറ്റും, അതിന്റെ ടീത്ത് മനുഷ്യരുടെ ടീത്ത് പോലെ തന്നെയാണ്. കണ്ടോ, ഇത് തന്നെ എഴുതണമെന്നില്ല, നിങ്ങൾക്ക് വേറെ സെലക്ട് ചെയ്യാം. സീബ്ര ഒരു വണ്ടർഫുൾ അനിമൽ അല്ലേ, പെൻഗ്വിൻ വണ്ടർഫുൾ അനിമൽ ആണ് അല്ലെ, പിന്നെ ജെല്ലി ഫിഷ് വണ്ടർഫുൾ അനിമൽ അല്ലേ, ജിറാഫ് നല്ല ഹൈറ്റ് വന്നു, ദാറ്റ്സ് ഓൾസോ വണ്ടർഫുൾ അല്ലെ. ബട്ട് എഴുതുമ്പോൾ അവരുടെ ആ ഒരു സ്പെഷ്യാലിറ്റി ഹൈലൈറ്റ് ചെയ്ത് ഒരു പാരഗ്രാഫ്. ഞാൻ ഒരു പേജില് രണ്ടെണ്ണത്തിനെ കുറിച്ച് എഴുതിയിട്ട് ലെഫ്റ്റ് സൈഡിൽ അതിന്റെ രണ്ടിന്റെ പിക്ചർ ഒട്ടിക്കുകയാണ് ചെയ്തത്. സെക്കൻഡ് വേണം ഒരു ഓറഞ്ച് പ്ലാന്റ് ബേർഡ് എന്നോ അങ്ങനെ എന്തോ പറഞ്ഞൊരു പ്രത്യേക രീതിയിലുള്ള ഒരു ബേർഡിനെ കുറിച്ച് എഴുതിയത്. ഓക്കെ, പിന്നെ പൊർക്കുപ്പേൻ ഫിഷ്, മുള്ളമ്പന്തി പോലെ ഇരിക്കുന്ന ഫിഷ്, ഇതൊക്കെയാണ് ഞാൻ എഴുതിയത് കേട്ടോ. കണ്ടോ, അത് എന്തെങ്കിലും ഒരു അറ്റാക്ക് ആണെന്ന് പേടി തോന്നുമ്പോഴേക്കും അതിന്റെ ബോഡി റൈസ് 4 times ഒക്കെ ആവുന്ന പറയുന്നത്. ഒരു ബോള് പോലെ വന്നിട്ട് ഈ മുള്ളു പോലെ പുറത്തേക്ക് ഇങ്ങനെ തെറിച്ച് നിൽക്കും എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി മനസ്സിലായപ്പോ അതങ്ങനെ എഴുതി. ഏറ്റവും ലാസ്റ്റ് ഞാൻ എഴുതിയത് വായിച്ച് എന്റെ മാം ചിരിച്ചു, ഇത് എങ്ങനെയാ വണ്ടർഫുൾ ആവുന്നതെന്നൊക്കെ ചോദിച്ചു. പക്ഷെ എനിക്കതൊരു വണ്ടർഫുൾ ആയി തോന്നി. അതുകൊണ്ടാണ് പ്രേയിങ് മാന്റിസ് ഇല്ലേ, പ്രാർത്ഥിക്കുന്ന പ്രാണി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ പുല്ലിലൊക്കെ ചാടി നടക്കുന്നതിനെ കാണില്ലേ, അതിന്റെ ഫ്രണ്ടിലെ ഈ ലെഗ് ഇങ്ങനെ ഒരുമിച്ച് ലെഗോ ഹാൻഡോ വാട്ടവർ ഇങ്ങനെ ഒരുമിച്ച് എപ്പോഴും ഇരിക്കും. അതത് അതിന്റെ ഇരയെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ കൂട്ടി വെക്കണതാണ്. ഇങ്ങനെ പിടിക്കും, അതിന്റെ ഉള്ളിലേക്ക് ചാടുമ്പോ ഇങ്ങനെ കൂട്ടുന്നത്. പക്ഷെ നമുക്ക് നോക്കുമ്പോ അതിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പോലെ തോന്നും. സോ അങ്ങനെ അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ടായിരുന്നു. ചില ആളുകൾ, അതായത് ചില കൺട്രീസിലൊക്കെ ഇങ്ങനെയുള്ള മാന്റിസിനൊക്കെ പെറ്റായിട്ട് സൂക്ഷിക്കും. നമ്മുടെ നാട്ടിൽ മാത്രമല്ലേ ഡോഗ്, ക്യാറ്റ്, ബേർഡ്സ് ആ രീതിയിലൊക്കെ പോകുള്ളൂ. കുറച്ചുകൂടെയൊക്കെ പുറത്തൊക്കെ ഉള്ളവര് അല്ലാത്ത സ്നേക്ക് അങ്ങനെ പലതിനെ പെറ്റ്സ് ആയിട്ടൊക്കെ സൂക്ഷിക്കുമല്ലോ. അതുപോലെ ഈ പ്രേയിങ് മാന്റിസിനെ പെറ്റ്സ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന കൺട്രി ഒക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പണ്ടത്തെ ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് ഈ മാന്റിസിനൊക്കെ ഒരു സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഉണ്ടെന്നൊക്കെയാണ് പഴയ കാലത്തെ ആളുകൾ വിചാരിച്ചത്. കറക്റ്റ് ആണോ നമുക്ക് അറിയില്ല. ഇതാണ് റൈറ്റ്. എഴുതാൻ നമുക്ക് ഏകദേശം ഇതുവരെ ഉള്ളൂ. അതായത് ഈ ഇപ്പൊ ഞാൻ പറഞ്ഞ പിക്ചേഴ്സ് അതുവരെ എഴുതാനുള്ളൂ. അപ്പൊ അത് നിങ്ങൾക്ക് അതെന്തായാലും പിക്ചർ വേണം കേട്ടോ. പിക്ചേഴ്സ് കളക്ട് ചെയ്ത് അതിന്റെ ഡിസ്ക്രിപ്ഷൻ എഴുതാം. 5 എണ്ണത്തിനെ കുറിച്ച് എഴുതാനുണ്ട്. കുഞ്ഞുങ്ങൾക്ക് കഥ പോലെ പറഞ്ഞു കൊടുക്കാം, ഇതിന്റെ പിക്ചർ കാണിച്ചു കൊടുത്ത് പറഞ്ഞു കൊടുക്കാം. ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും. പിന്നെ എഫ് അത് ഓപ്ഷണൽ ആണ്, ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഡിജിറ്റൽ പെയിന്റിംഗ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ MS പെയിന്റിംഗ് ചെയ്യില്ലേ. കാരണം ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് കമ്പ്യൂട്ടറിനൊരു അല്ലെങ്കിൽ IT എന്ന് പറഞ്ഞിട്ടൊരു ഒരു അവർ ഉണ്ടായിരിക്കും, ഒരു പീരീഡ് ഉണ്ടായിരിക്കും. അവരെ ആദ്യം ചെയ്യിക്കുന്നത് ഈ കമ്പ്യൂട്ടർ ലാബിലേക്ക് കൊണ്ടുപോയി സിസ്റ്റത്തിൽ പടം വരയ്ക്കുക എന്നുള്ളതാണ്. നമ്മൾ ആ ക്ലാസ്സിലെ കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ പോകുമ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ അറിയണമല്ലോ. നമ്മൾ പ്രാക്ടീസ് ചെയ്തിരിക്കാം. പലർക്കും വീട്ടിൽ ചിലപ്പോൾ സിസ്റ്റർ ഉണ്ടാവില്ല, പുറത്ത് DTP സെന്ററിൽ പോയാൽ പോലും ഈ ഫെസിലിറ്റി അവൈലബിൾ അല്ല എന്നാണ് പല ബാച്ചിലെയും കുട്ടികൾ പറഞ്ഞത്. പിന്നെ അതുമല്ല നമ്മൾ പ്രിന്റ് എടുക്കണം, അത് കളർ പ്രിന്റ് ഔട്ട് ആയാലേ നല്ലതാവുള്ളൂ, അതാകുമ്പോൾ എക്സ്പെൻസ് കൂടുതലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു പ്രിന്റ് എടുക്കാൻ കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റ് എടുത്തിട്ട് ഇത് കളർ ചെയ്താൽ മതി, ക്രയോൺസ് വെച്ചിട്ട് കളർ ചെയ്താലും മതി എന്ന് പറഞ്ഞു. ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ എല്ലാവരും നിർബന്ധമായിട്ടും എങ്ങനെയാണ് MS പെയിന്റ് യൂസ് ചെയ്ത് പടം വരയ്ക്കുന്നതെന്ന് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വെക്കണം. കാരണം നമ്മൾ ഈ ക്ലാസ്സിലെ കുട്ടികളെ മാനേജ് ചെയ്യാൻ പോകുമ്പോൾ നമുക്കിതറിയില്ലെങ്കിൽ എങ്ങനെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. ഞാൻ അന്ന് ചെയ്ത ഇതുപോലത്തെ പിക്ചേഴ്സ് കൂടുതലും ജോമെട്രിക്കൽ ഷേപ്സ് ഒക്കെ ആയിരിക്കും നമുക്ക് നമ്മുടെ കൈ വഴങ്ങുള്ളൂ ഈ MS പെയിന്റ് വെച്ചിട്ട് ചെയ്യാൻ.
ഇങ്ങനെ സൺ അങ്ങനെയൊക്കെ ഉള്ള രീതിയിലൊക്കെ വരച്ചു. പിന്നെ വീടൊക്കെ ചെയ്യാനായിട്ടൊക്കെ എളുപ്പമായിരിക്കും. എനിക്ക് വീട്ടില് കുട്ടികളാണത് ഹെൽപ്പ് ചെയ്തത്, പക്ഷെ അറിയാം MS Paint ചെയ്യാനായിട്ട് അറിയാം. സ്മൈലി ഒക്കെ ചെയ്യാൻ നമുക്ക് എളുപ്പമായിരിക്കും. തനിയ ഷേപ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. MS Paintൽ കുറെ ടൂൾസ് ഉണ്ട്. അപ്പൊ കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു നമ്മളുടെ ആൻഡ്രോയിഡ് ഫോണില് പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം MS Paint. എന്നിട്ട് നമുക്ക് ഫോണിൽ പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ പ്രിന്റ് എടുത്ത് ഒട്ടിച്ചില്ലെങ്കിൽ ഒന്നും പ്രശ്നമില്ല. നിങ്ങൾ അത് അറിഞ്ഞിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഡിജിറ്റൽ പെയിന്റിംഗ് ഓപ്ഷണൽ ആണ്. ഇനി താഴെയുള്ളത് അതിന്റെ ഹെഡിങ് ആണ് കളക്ഷൻ ഓഫ് സ്മോൾ പിക്ചേഴ്സ് ഓഫ് ഡിഫറെന്റ് ഐറ്റംസ്. അതൊരു പേജില് മിഡിലായിട്ട് അങ്ങനെ എഴുതി വെച്ചു. മിഡിലായിട്ട് എഴുതി വെക്കുക. നെക്സ്റ്റ് പേജ് തുടങ്ങി അതിന്റെ ഫുൾ കളക്ഷൻ ആണ്. ഫസ്റ്റ് വൺ എല്ലാം മിനിമം ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. എത്ര വേണമെങ്കിലും ഒട്ടിക്കാം, പക്ഷെ പേജ് നമ്പറിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതിൽ ഞാൻ ഡൊമസ്റ്റിക് അനിമൽസ് ഉണ്ട്, വൈൽഡ് അനിമൽസ്, ഫിഷസ്, ഫ്ലവേഴ്സ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ട്രീസ്, ഡൊമസ്റ്റിക് എക്യുപ്മെന്റ്സ്. എന്താ ഡൊമസ്റ്റിക് എക്യുപ്മെന്റ്സ്? നമ്മുടെ ഹോം അപ്ലയൻസസ് അല്ലെ, വീടിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സംഭവങ്ങൾ. മിക്സി, ജ്യൂസർ, ഗ്യാസ് കുക്ക് ടോപ്പില്ലേ അത്, പിന്നെ വാഷിംഗ് മെഷീൻ, പിന്നെ പോട്ട്, അങ്ങനെ വീടിന് നമ്മൾ ഉപയോഗിക്കുന്ന ഫാൻ, TV, ഇതെല്ലാം വരും ഡൊമസ്റ്റിക് എക്യുപ്മെന്റ്സ്. അതെല്ലാം വരും. പിന്നെ ക്ലാസ് റൂം എക്യുപ്മെന്റ്സ്. നമ്മുടെ ക്ലാസ് റൂമിൽ വരുന്നത് വൈറ്റ് ബോർഡ്, ബ്ലാക്ക് ബോർഡ്, പിന്നെ ചോക്ക്, ഡെസ്ക്, ബെഞ്ച്, ബുക്ക് ഷെൽഫ്, ഇതൊക്കെ ക്ലാസ് റൂം എക്യുപ്മെന്റ് വരുമല്ലോ. പിന്നെ ഗ്ലോബ്, അതല്ല. പിന്നെ എക്സ്റ്റേണൽ പാർട്സ് ഓഫ് ഹ്യൂമൻ ബോഡി, നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ എക്സ്റ്റേണൽ പാർട്സ് അല്ലെ, ഐ, നോസ്, അങ്ങനെ അതെല്ലാം വരും. പിന്നെ ഇതെല്ലാം നമുക്ക് വാങ്ങാൻ കിട്ടും, ഒരു ചാർട്ട് പോലെ വാങ്ങാൻ കിട്ടും. പിന്നെ ഇന്റേണൽ പാർട്സ്, ഹാർട്ട്, ലങ്സ്, കിഡ്നി, അങ്ങനെ ഇന്റേണൽ ആയിട്ട് വരുന്നതല്ല. നെക്സ്റ്റ് ഹിസ്റ്റോറിക്കൽ ബിൽഡിംഗ്, ഇന്ത്യ ഗേറ്റ്, കുത്തബ് മിനാർ, താജ്മഹൽ, ഒക്കെ ഹിസ്റ്റോറിക്കൽ ബിൽഡിംഗിൽ വരുമല്ലോ. 7 വണ്ടേഴ്സ് മാത്രമായിട്ട് നിങ്ങൾക്ക് സ്റ്റിക്ക് ചെയ്യണോ? 7 വണ്ടേഴ്സ് സ്റ്റിക്ക് ചെയ്യാം, വേറെ ആയിട്ട് കേട്ടോ. പിന്നെ വെഹിക്കിൾസ് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടാണ് ചെയ്തത്. കുട്ടികൾ എന്നോട് ചോദിച്ചു ലാൻഡിലൂടെ പോകുന്നത് സെപ്പറേറ്റ്, വാട്ടറിലൂടെ പോകുന്നത് സെപ്പറേറ്റ്, എയറിലൂടെ പോകുന്നത് സെപ്പറേറ്റ്, അങ്ങനെയൊക്കെ ചെയ്തോട്ടെ ചോദിച്ചു. യു ക്യാൻ ഡു. പിന്നെ നാച്ചുറൽ തിങ്സ് നമ്മുടെ വോൾക്കാനോ, അഗ്നിപർവ്വതം, റെയിൻ, ഓഷ്യൻ, റോക്ക്, പിന്നെന്താ സാൻഡ്, പിന്നെ ഹ്യൂമൻ ബീയിങ്, നാച്ചുറൽ തിങ് അല്ലേ. പിന്നെ ട്രീ, പിന്നെന്താണ്, അങ്ങനെ എന്തൊക്കെ നമുക്ക് നാച്ചുറൽ ആയിട്ട് കിട്ടുന്നു അതെല്ലാം നാച്ചുറൽ തിങ്സ് വരും. പിന്നെ വർക്കിംഗ് പേഴ്സൺ, കോപ്ലർ, ടൈലർ, ടീച്ചർ, ഡോക്ടർ, എഞ്ചിനീയർ, നഴ്സ്, അങ്ങനെ പോകുന്നു വർക്കിംഗ് പേഴ്സൺ. നിങ്ങൾക്ക് കൂടുതൽ ആഡ് ചെയ്യാം, ലൈക്ക് ഫെസ്റ്റിവൽസ്, ഡിഫറെന്റ് ഫോംസ് ഓഫ് ഡ്രസ്, അങ്ങനെ ഓരോന്നും ആഡ് ചെയ്യാം. ഓക്കെ, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെക്കോർഡാണ്. പിന്നെ ചെയ്യാൻ സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ച് പിന്നേക്ക് വെക്കരുത്. കാരണം സെക്കൻഡ് റെക്കോർഡും തേർഡ് റെക്കോർഡും നമുക്ക് ടൈം വേണം. നമ്മൾ തന്നെത്താനെ ആലോചിച്ചെഴുതേണ്ട റൈമും സ്റ്റോറീസും ആണ്. തന്നിരിക്കുന്ന ടീമിനനുസരിച്ച് നമ്മൾ റൈം എഴുതണം, സ്റ്റോറി എഴുതണം. അതുകൊണ്ട് ഇതിനൊന്നും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടെന്ന് പറയുള്ളൂ. ഇത് കഴിഞ്ഞാൽ ഞാൻ 4th റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് തരാം. പിക്ചേഴ്സ് മാത്രം മതി, ഡീറ്റെയിൽസ് വേണമെന്നില്ല. ചിലർ ചോദിച്ചു ഞാനത് പ്രിന്റ് ഔട്ട് ഏതാണ്, ഡിജിറ്റൽ പെയിന്റിംഗ് ആണോ? അത് ഞാൻ പ്രിന്റ് ഔട്ട് എടുത്തതായിരുന്നു. സ്റ്റാർ ഫിഷിനെ കുറിച്ച് എഴുതാലോ? ഗൂഗിൾ നോക്കി എഴുതാൻ പറ്റും. ഗൂഗിൾ നോക്കി എഴുതുന്നോണ്ട് പ്രശ്നമൊന്നുമില്ല ദൃശ്യ. പക്ഷെ നമ്മള് മനസ്സിലാക്കണം. അപ്പൊ എപ്പോഴും അതിൽ അതേ സെന്റൻസ് എഴുതാതെ നമ്മൾ കുറച്ച് സിമ്പിൾ ആയിട്ട് നമ്മൾക്ക് മനസ്സിലാവുന്ന രീതിയിലൊന്നും എഴുതി വെക്കണതേ ഉള്ളൂ. അല്ല, നമുക്ക് റെഫർ ചെയ്യാലോ, എവിടെ വേണമെങ്കിലും നമുക്ക് റെഫർ ചെയ്യാം, അതൊന്നും പ്രശ്നമില്ല. അങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്തതേ ഉള്ളൂ. നമുക്കത് മനസ്സിലായ രീതിയിലൊന്നും എഴുതി വെക്കാം. ഇത്രയേ ഉള്ളൂ. ഒരു റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു. നെക്സ്റ്റ് ക്ലാസ് ഇതൊന്നായിട്ട് 4th വൺ പറഞ്ഞാൽ മതിയോ? മതി. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ഉണ്ടോ?
മാം ഇന്ന് സൈൻ ഔട്ട് പറയേണ്ട ജുബീനയ്ക്ക് സ്കൂളിൽ കുട്ടിയുടെ കൂടെ പോകേണ്ട വന്നതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു പറ്റില്ല. ഓക്കെ മാം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു സ്മോൾ സ്റ്റോറി പറഞ്ഞു നിർത്തിക്കോട്ടെ. വെരി ഗുഡ്. ഓക്കെ മാം. പെട്ടെന്ന് തമിഴ് ഞാൻ ഓർത്ത് സൈൻ ഔട്ട് ആരും ചെയ്യാൻ ഞാൻ ഗ്രൂപ്പിൽ ചോദിച്ചപ്പോ ആരും പറഞ്ഞില്ല. അതുകൊണ്ട് ശരി എന്തേലും ഒന്ന് പറയണ്ടേലെന്ന് കരുതി പെട്ടെന്ന് കിട്ടിയത് പറയാം. ഓക്കെ മാം. ഇതൊരു ഇൻസിഡന്റ് ആണോ സ്റ്റോറി ആണോ ഞാൻ കേട്ട ഒരു കഥ അത്രേ ഉള്ളൂ. ഒരു അമേരിക്കയില് ഒരു വലിയ തിരക്കുള്ള ഒരു നഗരം. അവിടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വാഹനങ്ങളൊക്കെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു കണ്ടെയ്നർ ലോറി വന്നിട്ട് ഒരു പാലത്തില് ഇടിച്ചു നിന്നു. അത് അങ്ങോട്ടും പോകുന്നില്ല ഇങ്ങോട്ടും പോകുന്നില്ല. അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാതെ, തിരക്കേറിയ റോഡാണ്, അപ്പൊ എന്ത് ചെയ്യണം, പെട്ടെന്ന് അത് ക്ലിയർ ചെയ്യണം. എല്ലാരും വന്ന് അതിനെപ്പറ്റി എന്ത് ചെയ്യണം, ഒത്തിരി എഞ്ചിനീയർമാര് വരുന്നു, ഒത്തിരി വലിയ ആൾക്കാർ വരുന്നു. എന്ത് ചെയ്യും ഇതെങ്ങനെ ഈ കണ്ടെയ്നർ മാറ്റും, കാരണം അത് ബൾക്കാണ്, ഒരുപാട് സാധനങ്ങളുണ്ട് അതിനകത്ത്. ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാതെ കുറെ പേര് പറഞ്ഞ പാലം പൊളിച്ചു മാറ്റാം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ പറയുന്നു വണ്ടി അവിടെ തന്നെ കിടക്കട്ടെ എന്ന് കുറെ പേര്, അങ്ങനെ പല അഭിപ്രായങ്ങൾ. അപ്പൊ അവിടെ ഒരു 10 വയസ്സ് താഴെയുള്ള ഒരു കുഞ്ഞ്, ആ കുഞ്ഞ് വന്നിട്ട് ഇതൊക്കെ സിമ്പിൾ കാര്യമല്ലേ എന്ന് പറഞ്ഞപ്പോ എല്ലാരും കളിയാക്കി. നീ എന്താടാ ഈ പറയുന്നത് എന്ന് ചോദിച്ചാൽ എല്ലാരും കളിയാക്കി. അവൻ പറഞ്ഞു ഇത് ചെറിയൊരു പ്രോബ്ലം അല്ലേ, നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അവൻ ഒരു എന്തോ ഒരു ഇതെടുത്തിട്ട് ആ ഇത് കണ്ടെയ്നറിന്റെ 4 ടയറിന്റെയും കാറ്റഴിച്ചു വിട്ടു. അപ്പോഴേക്കും കണ്ടെയ്നർ തട്ടി നിന്നതാണ്. അപ്പൊ അതിന്റെ ഹൈറ്റ് കുറഞ്ഞു, കണ്ടെയ്നർ വെളിയിൽ വന്നു. അപ്പൊ അവന്റെ ആ അപ്പോഴത്തെ ഒരു ഇടപെടൽ മൂലമാണ് ഇത്രയും വലിയ. അപ്പൊ ആരെയും നമ്മൾ വില കുറച്ച് കാണരുത്, എല്ലാവർക്കും അറിവുണ്ട്. വെരി ഗുഡ്. താങ്ക് യു മാം. ആ ലോസ് വെച്ച് നോക്കുമ്പോ ഗെയിൻ ചെയ്തത് വളരെ വലുതാണല്ലോ അല്ലെ. കാറ്റ് പിന്നെ ടയർ ഓക്കെ ദെൻ ബൈ. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ബൈ മാം. Thank you, ma'am. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am.